കർത്താവിൻ്റെ മേശയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രസംഗമായിട്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ മേശയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്രൂശിനെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ച് ദൈവ ശുശ്രൂഷയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ ഇന്ന് രാവിലത്തെ യോഗത്തിന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ആത്മീയ ദൂതൊക്കെ വെളിപ്പെട്ട് വന്നു. ഇനി ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നും ഇന്ന് രാവിലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മാലയ്ക്കകത്ത് മുത്തുകൾ കോർത്തിണക്കുന്നത് പോലെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചത്. 4 സെക്ഷനുകളിൽ വന്ന പ്രിയപ്പെട്ടവർക്കറിയാം. ഒന്നാമത്തെ ദിവസം ഞാനാണ് ദൈവവചനം സംസാരിച്ചത്. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞ വിഷയം, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്നിൽ ചെയ്യാൻ കഴിവുള്ള, പുറത്തുനിന്ന് ആരെങ്കിലും ആണോ, നിന്റെ അകത്തൊരു ശക്തിയുണ്ട്, ആ ശക്തിയാൽ കഴിയുന്നവന് മഹത്വം. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനപ്പുറം നടക്കുന്ന ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ നമ്മുടെ അകത്തൊരു ശക്തി വേണം. സ്തോത്രം. അത് തലേ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതാണ്. ആ ദൂത് പറഞ്ഞായിരുന്നു നമ്മൾ തുടക്ക ദിവസം ശക്തി. രാത്രി വന്നവർക്കറിയാം, കർത്താവിന്റെ ദാസി ഷൈനി ഇടറിപ്പോകാതിരിക്കാൻ ദൈവശക്തിയിലേക്ക് നടത്തപ്പെടണം എന്നൊരു ആത്മീയ ദൂത് നമുക്ക് വേണ്ടി പങ്കുവെച്ചു. ഇന്നലെ രാവിലെ കർത്താവിന്റെ ദാസൻ അസ്ഥിത്താഴ്വരകൾക്കകത്ത് വീശിയടിക്കേണ്ട കാറ്റെന്ന ദൈവശക്തിയെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. ഉണങ്ങിയതിനെ ജീവിപ്പാൻ ദൈവശക്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഇന്നലെ രാത്രിയിൽ സ്തോത്രം, ആത്മാവെന്ന് പറയുന്ന ശക്തിയുമായി ബന്ധപ്പെട്ട അടുത്ത തലങ്ങളൊക്കെയാണത്. നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ജീവന്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കണ്ടില്ല, പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾ എനിക്ക് മനസ്സിലായി. ദേശത്തിന്റെ ഇരുട്ടിന്റെ മേഖലകൾക്കകത്തൊരു ചലനം കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലതിനെ ദൈവം ഇളക്കിയിട്ടുണ്ട്. സ്തോത്രം. ശുശ്രൂഷകളിൽ പങ്കെടുത്തവർക്ക് വലിയ പ്രസംഗമായിരുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രസംഗം എന്നതിനേക്കാൾ അപ്പുറം തന്റെ അകത്തുള്ള കൃപാവരം ഒരു സീഡ് പോലെ ദേശത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് വന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞതിന്റെ സാരാംശം, 4 സെക്ഷനുകളിലും ഒരു ദൂത ദൈവം സംസാരിച്ചത് ആത്മാവ്, ശക്തി, കാറ്റ്. ആത്മാവ്, ശക്തി, കാറ്റ്. ആത്മാവ്, ശക്തി, കാറ്റ്. അതുകൊണ്ട് ഇന്ന് രാവിലെയും ആ അഭിഷേകം നമ്മുടെ ശിരസിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാം. ആ സന്ദേശങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കട്ടെ. അപ്പോൾ തന്നെ ഒറ്റ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെശയ്യാവ് 53 അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. തിരുവത്താഴ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ട പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ് യെശയ്യാവ് 53. തുറന്നാട്ടെ, എല്ലാ പ്രിയപ്പെട്ടവരും തുറന്നേ. ആമേൻ. വേഗത്തിൽ വായിച്ചോട്ടെ. യെശയ്യാവ് 53 4-ാമത്തെ. യെശയ്യാവ് 53 4 വായിച്ചു കേൾച്ച വാക്യം ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ, അടുത്ത വാക്യം, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അടുത്ത വാക്യം, നാമോ. ആ വാക്യം നിങ്ങൾ കണ്ടോ? നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇനി ആ വാക്യം എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് വായിച്ചേ. അതിനകത്തൊരു ദൂതുണ്ട്. ആ വാക്യം ഒരുമിച്ച് വായിച്ചേ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുകയായിരുന്നു. നിങ്ങൾ ആ ദൂതിനെ ഇനി ഒന്ന് ഇപ്പൊ എന്റെ മുഖത്തോട്ട് നിങ്ങൾ നോക്കണ്ട, ആ വാക്യത്തെ തന്നെ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ബാക്കിയുള്ള വാക്യം വായിക്കണമെന്നല്ല, ആ 4-ാം വാക്യത്തെ തന്നെ നോക്കിയാട്ടെ. തുടക്കപദം പറഞ്ഞത് എന്നാണെന്നറിയാമോ? സത്യത്തിൽ ഇവിടെ നടന്ന സംഭവം ഒരു ദൈവ പദ്ധതിയായിരുന്നു. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ശ്രദ്ധകളൊന്നും വിട്ടുപോകരുത്, ശ്രദ്ധിച്ച വചനത്തെ കേൾക്കണം. ഇപ്പൊ ഇവിടെ സംഭവിച്ച യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവ മഹത്വം സംഭവിക്കുക എന്ന് വെച്ചാൽ മാനവരാശിയുടെ രോഗം യേശു ചുമക്കുന്ന ടൈമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തുവാ ചിന്തിച്ചേ? നമ്മൾ ചിന്തിച്ചത് ദൈവം അവനെ അടിച്ചെന്ന, ദൈവം അവനെ ശിക്ഷിച്ചെന്ന, ദൈവം അവനെ ദണ്ഡിപ്പിച്ചെന്ന. പിന്നെ അടുത്ത വാക്യം പറയാ, പക്ഷെ അങ്ങനല്ല സഹോദരങ്ങളെ. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം എന്ത് ചെയ്തതാ? മുറിവേറ്റ. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. നടന്നതൊരു ദൈവപ്രവൃത്തിയാ, പക്ഷെ പുറത്തു നിന്ന് നോക്കിയവൻ അത് മനസ്സിലായില്ല. അതവനൊരു ശിക്ഷയായിട്ടാണ് തോന്നിയത്. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചിലത് പുറത്തുനിന്ന് നോക്കുന്നത് ഒരു മണ്ടത്തരമായിട്ട് തോന്നും, പുറത്തുനിന്ന് നോക്കുന്നവന് ഇതൊരു വലിയ അവൻ തകർച്ചയായിട്ട് തോന്നും. ഉറപ്പിച്ച് ഞാൻ പറയാം, പുറത്തുനിന്ന് നോക്കുന്നവന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പരാജയമായിട്ട് തോന്നും. പക്ഷെ അത് പരാജയമല്ലച്ചാ അതിനകത്തൊരു വലിയ മഹത്വം സംഭവിക്കപ്പെടുന്നുണ്ട്. അത് അനുഭവിക്കുന്നവനെ അറിയത്തുള്ളൂ. ഇന്ന് രാവിലെ ദൈവം നമ്മോട്
നമ്മളോട് പറയുന്ന ദൂതാണ്. അത് അനുഭവിക്കുന്നവൻ അറിയാം ഇത് തകർച്ചയല്ല. പുറത്തു നിന്നുള്ളവൻ എന്തു വേണേലും പറയട്ടെ, പക്ഷെ അത് അനുഭവിക്കുന്നവൻ പറയണം ഇത് തകർച്ചയല്ല, ഇതൊരു മഹത്വത്തിന്റെ സംഗതിയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ചിന്തിച്ചവന്റെ ശിക്ഷയല്ലയോ ദൈവം ഈ വഹിക്കുന്നേ? ഈ ചിന്തിച്ചവന്റെ ഭാരമല്ലയോ ദൈവം ഇപ്പൊ ചുമക്കുന്നേ? ഈ ചിന്തിച്ചവന്റെ വിത ചുമന്നുകൊണ്ടല്ലയോ കർത്താവ് കയറുന്നേ? അപ്പൊ നിന്റെ ഭാരത്തെ ചുമക്കുന്നവനെ നീ നോക്കിയപ്പോൾ നിനക്കെന്നാ തോന്നിയത്? ദൈവം അവനെ അടിച്ചെന്ന, ദൈവം അവനെ ശിക്ഷിച്ചെന്ന. അനേകം ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ ശല്യക്കാരാണ്. പക്ഷെ ഇന്ന് രാവിലെ യോഗത്തിനകത്ത് ഇരിക്കുന്നവർക്കറിയാം ഇതൊരു വിടുതലിന് വേണ്ടി മഹത്വം ഇതിനകത്ത് സംഭവിക്കപ്പെടുകയാണ്. ഓ, വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ യോഗത്തിനകത്തുണ്ട്? ഈ രാവിലെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞ ദൂത് ഇതാണ്: നിന്റെ മേൽ സംഭവിക്കുന്ന തകർച്ചകളും നിന്റെ മേൽ സംഭവിക്കുന്ന പരാജയങ്ങളും നിന്റെ മേൽ സംഭവിക്കുന്ന ചില വീഴ്ചകളും പുറമേ നിന്ന് നോക്കുന്നവന് ഇതൊരു വീഴ്ചയായിട്ടോ ഇതൊരു തകർച്ചയായിട്ടോ തോന്നത്തുള്ളൂ. പക്ഷേ വീണ് കിടക്കുന്ന നിനക്കറിയാം, ക്രൂശിക്കപ്പെടുന്ന നിനക്കറിയാം ഇതൊരു തകർച്ചയല്ല, ഇതിനകത്തൊരു മഹത്വം വ്യാപരിക്കാം യേശുവിന്റെ നാമത്തിൽ. കണ്ടോ, ആ ദൂത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. സ്തോത്രം. ഇന്നു മുതൽ എന്നെ സഹിച്ച എന്റെ ആമേൻ കർത്താവിന്റെ ദാസി ജിൻസി ആന്റി, പ്രിയ ലാലി, ഇതിനകത്തിരിക്കുന്ന കർത്താവിന്റെ ദാസ് റോയി പാസ്, എല്ലാവരോടും ഞാൻ പറയാം, ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ എന്നാ ഭാരം വന്നാലും അത് ഭാരമായിട്ട് പുറത്തു നിൽക്കുന്നവന് തോന്നും. പക്ഷെ അത് അനുഭവിക്കുന്നവൻ പറയണം ഇത് ഭാരമല്ല, ഇതിനകത്തൊരു മഹത്വം സംഭവിക്കപ്പെടുകയാണ്. സ്തോത്രം. നിങ്ങൾ ആ വാക്യം നോക്കിയേ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചതാ, നമ്മുടെ വേദനകളെ അവൻ ചുമന്നതാ. പക്ഷെ പുറത്തു നോക്കിയവൻ പറയാ ഇല്ല, ദൈവം അവനെ ശിക്ഷിച്ചതാ, ദൈവം അവനെ അടിച്ചതാ, ദൈവം അവനെ ദണ്ഡിപ്പിച്ചതാ. പുറമേ സംഭവിക്കുന്ന ബാഹ്യ പ്രകടനങ്ങളെക്കാൾ അപ്പുറം അകത്ത് കരമിറക്കി ഒരു അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പുറമേ സംഭവിക്കുന്നതിനെ വിശ്വസിക്കരുത് കേട്ടോ, പുറമേ സംഭവിക്കുന്നതിനെ വിശ്വസിക്കരുത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിനെ നീ വിശ്വസിക്കരുത്, അത് വിശ്വസിക്കരുത്. നടക്കുന്നതെല്ലാം വീഴ്ചയാ, പക്ഷെ ഇപ്പം നടക്കുന്നതിനെ നീ വിശ്വസിക്കരുത്. അതിനകത്ത് സംഭവിക്കുന്ന ഉയർപ്പിനെ നീ ആത്മാവിൽ വിശ്വസിക്കണം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ് 53. ഇനി ഞാൻ പറയുന്ന എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധയൊന്നും വിട്ടുപോകരുത്. വളരെ കുറച്ച് മിനിറ്റുകളെ ഞാൻ എടുക്കുകയുള്ളൂ. നേരെ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് വരികയാണ്. യേശുവിന്റെ സത്യത്തിൽ ക്രൂശിന്റെ വേദന ആരംഭിക്കുന്നത്, യേശുവിന്റെ ക്രൂശിന്റെ വേദന ഗെത്സമനത്തോട്ടം മുതലാണ്. അതിനകത്ത് ആ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എതിർപ്പില്ലെന്നാണ് എന്റെ ചിന്ത. സ്തോത്രം. യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ വേദ ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ ആ പെയിൻ ഉണ്ടല്ലോ വെച്ചാൽ ആ പെയിൻ സഹിച്ച ആരംഭിക്കുന്നത് ഗെത്സമനത്തോട്ടത്തിലാണ്. അതുവരെ യേശു ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ പെസഹയ്ക്കകത്ത് ഇരിക്കുമ്പോൾ മുതൽ യേശു ആ വേദ ഏറ്റെടുക്കാൻ തുടങ്ങി. പെസഹയ്ക്കകത്ത് സത്യത്തിൽ കർത്താവ് ആനന്ദിച്ചതാ കേട്ടോ, കർത്താവ് സന്തോഷിച്ചതാ. എന്ന് വെച്ചാൽ അപ്പോ എല്ലാം ഇപ്പൊ നമ്മൾ എടുത്തുയർത്തും, ഇതുപോലെ അപ്പം എല്ലാം യേശു എടുത്തുയർത്തിയിട്ട് യേശു അത് ആഘോഷിക്കുകയാണ്. യേശു ആ പെസഹായെ ആഘോഷിക്കുകയാണ്. പക്ഷേ സ്തോത്രം, ആ ഗെത്സമനത്തോട്ടത്തിനകത്തേക്ക് കർത്താവ് കയറിയപ്പോ അവിടെ ആഘോഷം മാത്രമല്ല, അവിടെ അതിവേദനയിലേക്ക് യേശു വരികയാണ്. പെയിൻഫുള്ളാണ്. എന്ന് വെച്ചാൽ ക്രൂശിന്റെ അക്ഷരികമായ വേദന യേശു ഗെത്സമനത്തോട്ടം മുതൽ ആരംഭിക്കുകയാണ്. ഇനി ഗെത്സമനത്തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഞാനൊന്ന് കൊണ്ടുപോകുകയാണ്. ഗെത്സമനത്തോട്ടത്തിലേക്ക് ദൈവമക്കളെ ഞാൻ കൊണ്ടുപോകുകയാണ്. ശ്രദ്ധിച്ചേ, ഒരു കൊച്ചു സ്ഥലമൊന്നുമല്ല. നമ്മുടെ ഹോൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇടുങ്ങിയതാണ്. ഗെത്സമനത്തോട്ടം നിങ്ങൾ വിശാലമായി കിടക്കും, റിസോർട്ട് മാതിരി കിടക്കുകയാണ്. നീണ്ടു കിടക്കുന്ന ഒരു തോട്ടം, പരന്ന് കിടക്കുന്ന ഒരു തോട്ടം. ഈ തോട്ടത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്ന് അറിയാമോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഭാവനയിൽ ആ തോട്ടത്തിലേക്ക് വരണം. സ്തോത്രം. പെസഹ ആചരിച്ച് കർത്താവ് മാളിക മുറി വിട്ട് പുറത്തോട്ടിറങ്ങി യേശു യെരുശലേമിന്റെ വീതികളിലൂടെ നടന്നു. നിങ്ങൾക്കറിയാമോ, ആ സമയം പെസഹ നടക്കുക എന്ന് വെച്ചാൽ ലോകത്തിലുള്ള സകലരും പെസഹയെ കുറിച്ച് ഇഷ്ടമുള്ളവരെല്ലാം അന്ന് യെരുശലേമിൽ വരും. സ്തോത്രം. അവരുടെ നാട്ടിൽ പെസഹ ആചരിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമാ യഹൂദന്റെ നാട്ടിൽ വന്ന് അവർക്ക് പെസഹ ആചരിക്കാൻ. എന്ന് വെച്ചാൽ ലോകത്തിനകത്ത് ചിതറി പാർക്കുന്ന ആരൊക്കെ ഉണ്ടോ പെസഹായോട് താല്പര്യമുള്ളവരെല്ലാം ഓടിപ്പിടിച്ച് പെസഹായുടെ മറിവ് വരും. അത് യെരുശലേമിൽ തന്നെ വന്ന് അവർ ആചരിക്കും. സ്തോത്രം. പെസഹായ്ക്കകത്ത് ലോക മനുഷ്യരെല്ലാം പെസഹയോട് ഇഷ്ടമുള്ളവരെല്ലാം സ്തോത്രം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പദമുണ്ട്. ഇങ്ങനെ ഈ പെസഹ ആചരിക്കാൻ ജനം തിങ്ങി. ഇപ്പം എന്റെ കുഞ്ഞുങ്ങളെ, യെരുശലേം എന്ന് പറയുന്നത് ജനസാഗരമാ. പണ്ടത്തെ യെരുശലേം പോലല്ല, ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഇത് എന്തിനു പറയണം? സാധ ഉദാഹരണം പറയാം. ഇവിടെ കൊട്ടാരക്കര TPM കൺവെൻഷൻ നടക്കുമ്പോ എങ്ങനെയാ?
അങ്ങോട്ടങ്ങ് പോകാൻ പറ്റുമോ? അതിലെ കൂടെ കാണും, തട്ടി വീഴും നമ്മൾ എന്നതുപോലെ. ഇപ്പൊ യെരുശലേം മൊത്തം ജനസാഗരം കൊണ്ട് നിറയപ്പെട്ടിരിക്കുക, ജനസാഗരം. അപ്പൊ ഇതിന്റെ നടുവിലൂടെ യേശു പെസഹായിൽ നിന്ന് പ്രാപിച്ചെടുത്ത ദൈവശക്തിയോടെ യേശു യെരുശലേമിലേക്ക് ഇറങ്ങി വരിക, ജനസാഗരമാണ്. ഇനി എല്ലാവരുടെയും വായിൽ എന്നാണെന്നറിയാമോ? ഈ സമയം യെരുശലേമിലുള്ള എല്ലാവരുടെ വായി പരാതിയല്ല, പരിഭവമല്ല, കടഭാരം, നിന്ന, വേദന, പരിഹാസം, ദുഃഖം, ഇതൊന്നുമല്ല. എത്ര ഭാരമുള്ളവനാണെങ്കിലും ഈ സമയം പറയുന്ന വാക്ക് ഹല്ലേലൂയ. കണ്ടോ? ഹോശന്ന ഹല്ലേലൂയ. ഇവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയം, എല്ലാ ഭാരവും ഇവര് ഇറക്കി വെക്കുന്ന സമയമാണ് പെസഹ. എല്ലാവരുടെയും വായി കേൾക്കുന്ന ഒരു ശബ്ദം ഹല്ലേലൂയ. നമ്മൾ ആ ജനത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും പറയും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹോശന മശിഹായിക്ക് ഹോശന. ഇങ്ങനെ ഇവര് പാടിക്കൊണ്ട ഈ സമയം പോകുന്നത്. അതിന്റെ നടുവിലൂടെ മറ്റാരുടെ സ്തോത്രത്തെക്കാൾ കവിയുന്നൊരു സ്തോത്രം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏത് ഗ്രൂപ്പിന്റെ എന്നറിയാമോ? യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ. കാരണം അവര് പറയുന്ന സ്തോത്രത്തിലാണ് സ്വർഗം തുറന്നിരിക്കുന്നത്. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? എല്ലാരും പോകുന്നത് പെസഹയുടെ ഉത്സവത്തിലേക്കാ. എന്നാൽ ഇവൻ പോകുന്നത് പെസഹയുടെ ഉത്സവത്തിലേക്കല്ല, ആ ഉത്സവത്തിന്റെ കോശങ്ങളെക്കാൾ കവിയുന്നൊരു വേദന ചുമക്കാൻ എന്റെ യേശു ഇറങ്ങി വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാവിലെ ഈ പറയുന്നത് ക്രൂശിന്റെ വെളിപ്പാടാണെങ്കിലും യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ചോദിക്കാം, നാട് മുഴുവനും ആഘോഷിക്കുമ്പോഴും ആമൻ ദേശം മുഴുവനും സന്തോഷിക്കുമ്പോഴും നീ ഒരു വേദനയുടെ ഭാരത്തിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്നവനാണെങ്കിൽ ആർക്കുമില്ലാത്തൊരു ഉയർപ്പ് ദൈവം നിനക്ക് തരാൻ മാനിപ്പാൻ ശക്തനാണ്. മനസ്സിലാകുന്നുണ്ടോ? നാട് മൊത്തം ആഘോഷിക്കട്ടെ, നാട് മൊത്തം സന്തോഷിക്കട്ടെ, നാട് മൊത്തം ആനന്ദത്തിനകത്ത് നിറയട്ടെ. പക്ഷെ ആ സമയം നീ വീതിക്കകത്തൂടെ സ്തോത്രം പറഞ്ഞു പോകുന്നത് ഒരു വേദനക്കകത്തേക്കാണെങ്കിൽ നിന്റെ കൂടെ കർത്താവ് വരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ആഘോഷിക്കുന്നവന്റെ കൂടെ കർത്താവില്ല. ആഘോഷിക്കുന്നവന്റെ കൂടെ കർത്താവില്ല. പിന്നെ ആരുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് അറിയാമോ? കർത്താവ് ഇപ്പോ സ്തോത്രം പറഞ്ഞ് ഗസ്സമന തോട്ടത്തിലേക്ക് എൻട്രി ആകുന്ന യേശുവിന്റെ കൂടാണ് ദൈവ സാന്നിധ്യം ചലിക്കുന്നത്. 12 ശിഷ്യന്മാരുടെ കൂടെ ദൈവ സാന്നിധ്യം ചലിക്കുന്നത്. ഇനി ഞാൻ ആ ഗസ്സമന തോട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാ. ഇത്രയും സ്ഥലത്തിലൂടെ നിങ്ങൾ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പൊന്നു സഹോദരങ്ങൾ, നിങ്ങൾ ദൈവത്തിന് സന്തോഷത്തോടെ സോദരം പറയണം. കാരണം ₹1 ടിക്കറ്റ് എടുക്കാതെ, ഒരു എമിഗ്രേഷന് ക്യൂ നിർത്താതെ, ഒരു വിസയോ പാസ്പോർട്ടോ നിങ്ങളെ കൊണ്ടെടുപ്പിക്കാതെ ആ യെരുശലേമിലേക്ക് നമ്മളൊന്ന് പോയേച്ചു വരും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, എന്നാ സന്തോഷം, സ്വതന്ത്രം. അപ്പൊ ഈ യെരുശലേമിലേക്ക് കർത്താവ് ഇറങ്ങി ചെല്ലുക. എന്നിട്ട് ഈ യെരുശലേമിന്റെ വീതിയിലൂടെ യേശു നടന്നു. അങ്ങനെ ചെന്നപ്പോ ഒരു തോട് വന്നു. ആ തോടിന്റെ പേരെന്താണെന്ന് അറിയാമോ? കിദ്രോൻ തോട്. ഒന്നൊക്കെ പറഞ്ഞേ, ഈ പേര് നിങ്ങൾ മറക്കല്ലേ, കിദ്രോൻ തോട്. ഈ കിദ്രോൻ തോട് ചവിട്ടി കയറി വേണം യേശു ഗസ്സമന തോട്ടത്തിലേക്ക് കയറാൻ. ഈ കിദ്രോൻ തോടിനകത്തേക്ക് യേശു ഇറങ്ങിയപ്പോൾ യേശുവിന്റെ കാൽപാദങ്ങൾ നനഞ്ഞു. എന്റെ സഹോദരിമാരെ, ഇതൊരു സാധാരണ വെള്ളമല്ല. ഇപ്പൊ കിദ്രോൻ തോടിനകത്തൂടെ ഒഴുകുന്നത് ഒരു സാധാരണ വെള്ളമല്ല. കാര്യം എന്നറിയാമോ? കിദ്രോൻ തോടിന്റെ പ്രത്യേകത, ആലയത്തിനകത്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്തിനകത്ത് മഹാപുരോഹിതന്മാർ കഴിക്കുന്ന യാഗമൃഗങ്ങളുടെ രക്തം കൊണ്ടുവന്ന് ബാക്കി വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഒഴിക്കുന്ന സ്ഥലമാണ്. ഏത് സ്ഥലം? കിദ്രോൻ തോട്. സ്തോത്രം. സ്വാഭാവികമായും ഇതിപ്പോ സാധാരണ വെള്ളമല്ല, പിന്നെ ഇത് രക്തവെള്ളമാണ്. എന്ന് വെച്ചാൽ ചുവന്ന വെള്ളമാണ്. ഈ ചുവന്ന വെള്ളത്തിൽ ചവിട്ടിക്കേറിയ യേശു ഗസ്സമന തോട്ടത്തിലേക്ക് എന്ത് ചെയ്യുന്നേ? പോകുന്നേ. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പരിശുദ്ധാത്മാവിൽ പറയാം. സകല യാഗങ്ങളുടെയും പൊരുളായ കർത്താവ്, ആമേൻ, നിഴലല്ല പൊരുളായ കർത്താവ് പഴയ നിയമത്തിന്റെ സകല യാഗങ്ങളെ അവസാനിപ്പിക്കാൻ അതെ ചവിട്ടി നിന്നുകൊണ്ട് അവൻ ഗസ്സമന തോട്ടത്തിനകത്തേക്ക് കയറി പോകുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ദൈവമക്കളെ നോക്കി പറയാം, ഇനി ഒരു മൃഗവും നിനക്ക് വേണ്ടി ബലി അർപ്പിക്കേണ്ടി വരത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഒരു കുഞ്ഞാടും നിനക്ക് വേണ്ടി അറക്കപ്പെടേണ്ടിയതില്ല. ഇനി ഒരു മൃഗത്തിന്റെ രക്തം കിദ്രോൻ തോടിനകത്ത് ഒഴുകേണ്ടി വരത്തില്ല. വിശ്വസിക്കുന്നവന് വേണ്ടി യേശു പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി തന്റെ രക്തം ഊറ്റിക്കൊടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞിട്ട് പറ, ഇനിയൊന്നും എനിക്ക് ആവശ്യമില്ല, ഇനി എനിക്കൊന്നും എനിക്ക് ആവശ്യമില്ല. ഇതാ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി എനിക്ക് വേണ്ടി ഒരുവൻ ക്രൂശിനകത്തേക്ക് കയറിപ്പോകാൻ. ഓ ശാരാബാല ബാന ധാന ധാന ശാന വൈഡം ഭാരം ധേരം ധേരം വൈഡം ഭാരം ധൂടം ഭാരം ശാരം ധേരം ധീരം ഭാരം വൈഡം ഭാരം ധേരം ധേരം അന്തകരന്തകലേതകനത്തകനസ്തകനാദന വൈഡം ഭാരം ശാനം ധേരം ധൂടം ഭാരം ശാനം ഭാരം വൈഡം ഭാരം ധേരം ധേരം
യേശുവിന്റെ നാമത്തിൽ. കണ്ടോ, ഇനി ഒരു മൃഗവും നിനക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടി ആവശ്യമില്ലെന്ന്. സ്തോത്രം. നിന്റെ സകല യാഗത്തിന്റെ പൊരുളായ കർത്താവ് അതിനകത്ത് ചവിട്ടിക്കേറി അപ്പുറേ കിടക്കുകയാണ്. ചുവന്ന വെള്ളത്തെ, ഇനി ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചേക്കണേ. കിദ്രോൻ തോടിന്റെ അടുക്കൽ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ചുവന്ന വെള്ളത്തെ ചവിട്ടി, രക്തവെള്ളത്തെ ചവിട്ടി തമ്പുരാൻ കേറി അപ്പുറേ നിന്നു. അപ്പുറേ നിൽക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. ഒരു ഉയർന്ന കയറ്റമാണ്, ഒരു ഉയർന്ന കയറ്റം. ഈ കയറ്റത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇതിങ്ങനെ ചവിട്ടിക്കേറി 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 ബത്തപ്പെട്ട്, പാടാണ്, ബത്തപ്പെട്ട്. ഇനി നമ്മൾ ചവിട്ടി കയറേണ്ട സമയങ്ങളൊക്കെയാ. ഇനി നമ്മുടെ ചർച്ച വരുന്നത് അങ്ങ് മേളിലാണ്. തേരി എന്ന് പറഞ്ഞാൽ അന്യായ തേരി. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, സ്വതന്ത്രം. ചവിട്ടിക്കേറി കർത്താവ് അങ്ങ് മേളിച്ചെന്നു. അതാണ് ഗസമന തോട്ടം. കിദ്രോൻ തോടിന്റെ ചുവന്ന വെള്ളം ചവിട്ടിക്കേറി കർത്താവ് ഉയർന്ന മലമുകളിൽ ചവിട്ടിക്കേറി മേളി ചെല്ലുന്ന സ്ഥലമത്രേ ഗസമന. പോകാനൊക്കെ ഭാഗ്യം കിട്ടുവാണെങ്കിൽ പോകണം കേട്ടോ. എന്നെ വിളിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, എനിക്ക് ഭയങ്കര ആഗ്രഹം വിശുദ്ധ നാടൊക്കെ ഒന്ന് പോയി കാണണമെന്നുള്ളൂ. സ്തോത്രം. ടിക്കറ്റ് എടുത്ത് പോകാനുള്ള ബത്തപ്പാട് ഇപ്പൊ ഇല്ല. അപ്പൊ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നെ കൂടെ വിളിക്കും. സ്തോത്രം. ഞങ്ങളോ വാസ്റ്റേ, ഞാൻ നിങ്ങളെ നോക്കിയല്ല ഇവരെ ഒരുത്താ പറയുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. കാരണം ഇവരൊക്കെ പോവച്ച നാളെ നമ്മുടെ തലമുറ പോവും, എനിക്ക് ഉറപ്പാ. സ്തോത്രം. അപ്പോ ആമേൻ, സ്തോത്രം. ഈ ഗസമന തോട്ടത്തിനകത്തേക്ക് കർത്താവ് എൻട്രി ആയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇവിടെ ഒരു ദൂത് ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഈ ഗസമന തോട്ടത്തിനകത്ത് എത്താറായപ്പോ വെള്ളത്തിൽ ചവിട്ടി കയറിയവനും ചുവന്ന വെള്ളം ചവിട്ടിയവനും മലമുകൾ കയറിയവനെയെല്ലാം ദൈവം രണ്ട് കൂട്ടമാക്കി തിരിച്ചു. രണ്ട് കൂട്ടമായി. ഒന്നാമത്തെ കൂട്ടം പുറത്ത് നിൽക്കാൻ ഒരു കൂട്ടം, രണ്ട് അകത്ത് കയറാൻ ഒരു കൂട്ടം. ഇന്ന് രാത്രി യോഗത്തിനകത്ത്, ഈ പകൽ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ പുറത്ത് നിൽക്കുന്ന കൂട്ടമല്ല, നമ്മൾ അകത്ത് കയറിയ കൂട്ടമാണ്. പുറത്ത് നിൽക്കുന്നവർ യേശുവിന്റെ ശിഷ്യന്മാർ മൊത്തം 12 പേര്. അതിനകത്ത് ഒരുത്തൻ തെറ്റിപ്പോയി. അവൻ പൈസ പിരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ അക്കൗണ്ട് നിറയ്ക്കാനുള്ള ബത്തപ്പാടിലാവൻ. ഇപ്പൊ 11 കൂടെ ഉള്ളൂ. ആ 11 എണ്ണത്തിനകത്ത് 3 എണ്ണത്തെ മാത്രം യേശു തെരഞ്ഞെടുത്ത 3 ശിഷ്യന്മാരുടെ പേര് പെട്ടെന്ന് പറ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 3 എണ്ണത്തെ തെരഞ്ഞെടുത്തു. യേശു അതിനകത്ത് കയറ്റി. ഞാൻ ഇവിടെ നിർത്തിക്കൊണ്ട് ഒരു ആത്മീയ ചിന്ത പറയാം. സ്തോത്രം. ഒരു ആത്മീയ, ഇത് ഒരു പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ അറിവൊന്നും അല്ല കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പറയാം. എന്തേ യേശു 11 എണ്ണത്തിനകത്ത് 3 എണ്ണത്തെ മാത്രം അകത്ത് കയറ്റി? 11 എണ്ണത്തിനകത്ത് 3 എണ്ണത്തെ മാത്രം എന്തേ യേശു അകത്ത് കയറ്റി? ഞാൻ എൻ്റെ ഒരു ആത്മീയ ദൂതിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരാം. ഈ 3 ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരാണ് ദൈവം മഹത്വം കണ്ടവർ. എവിടെ അറിയാമോ? മറുരൂപ മലയ്ക്കകത്ത് ദൈവം മഹത്വം കണ്ടവർ ഈ 3 പേരാ. മഹത്വം കണ്ടവന് മാത്രമേ വേദനയിലൂടെ പോകുള്ളൂ. സ്തോത്രം. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്നവരുടെ ആശങ്കകളൊക്കെ വഴിമാറണം. എന്തേ രക്തബന്ധങ്ങൾക്കില്ലാത്ത ഭാരം നിനക്ക്? എന്തേ ബന്ധുമിത്രാദികൾക്കില്ലാത്ത വേദന നിനക്ക്? എന്താ എപ്പോഴും നിന്റെ മനസ്സ് മുറിയുന്നേ? എപ്പോഴും എന്താ നിന്റെ മനസ്സ് മാത്രം അസ്വസ്ഥമാകുന്നേ? ഒറ്റ ദൂത് ഞാൻ ദൈവാത്മാവിൽ പറയാം. മഹത്വം കണ്ടവന് മാത്രമേ വേദന തമ്പുരാൻ കൊടുക്കാറുള്ളൂ. അതിന് മറുദൂത് ഇന്ന് രാവിലെ ഞാൻ പറയാം. വിശ്വസിക്കുന്നെങ്കിൽ ഈ വാക്ക് അടിവരയിട്ട് കേട്ടോ. മഹത്വം കണ്ടവൻ വേദനയുടെ പോകുമെങ്കിൽ വേദന സഹിച്ചവന് മാത്രമേ മഹത്വവും ദൈവം കൊടുക്കാറുള്ളൂ. ആ വാക്ക് മനസ്സിലാകുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാവിലെ യോഗത്തിനകത്തുണ്ടോ? രക്തം ക്ഷയം. ആശങ്കകളൊക്കെ ഇന്ന് രാവിലെ പൊട്ടണം കേട്ടോ. എന്തേ നിന്റെ രക്തബന്ധങ്ങൾക്കില്ലാത്ത ഭാരം എന്ന് നീ ചോദിച്ചില്ലേ? ഇന്ന് രാവിലെ ദൈവം പറയുന്നു, മറുരൂപയുടെ മഹത്വം കണ്ടവന് മാത്രമേ ഗസമന തോട്ടത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ദൂത് മനസ്സിലാക്കിയാണോ ഇന്ന് രാവിലെ ആരാധിക്കുന്നത്? അതിനെ മറുദൂതായി ഇന്ന് രാവിലെ ഞാൻ പറയുന്നത്, മഹത്വം കണ്ടവനെ വേദനയിലൂടെ തമ്പുരാൻ കയറ്റിക്കൊണ്ടുപോയെങ്കിൽ വേദന സഹിച്ചവന് മാത്രമേ മഹത്വം കാണാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുള്ളൂ. യേശുവിന്റെ നാമത്തിൽ. പൗലോസേ, നീ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആളാണോ? പൗലോസ് പറയും, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആളാ. ഉറപ്പിച്ചോ? മഹത്വം നീ കണ്ടെങ്കിൽ നിന്റെ കൂടെ ഇല്ലാത്ത അപ്പോസ്തലന്മാർക്ക് ഇല്ലാത്ത കാരാഗ്രഹം നീ കേറിയിരിക്കും. സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? പത്രോസേ, നീ മഹത്വം കണ്ടവനാണോ? പത്രോസ് പറയും, മറുരൂപമലയിൽ മഹത്വം കണ്ടവനാ, മാളിക മുറിയിൽ മഹത്വം കണ്ടവനാ. ഉറപ്പിച്ചോ? യേശുവിനെ നേരെ ക്രൂശിച്ചെങ്കിൽ നിന്നെ തലകീഴായി ക്രൂശിക്കും. മഹത്വം കണ്ടവന് മാത്രമേ വേദന കിട്ടത്തോളച്ച. മഹത്വം കണ്ടവന് മാത്രമേ ഭാരത്തിലൂടെ പോകത്തുള്ളൂ. ദാനിയേലേ, നിനക്കെന്താ ഇത്ര ഭാരം? യോസഫേ, നിനക്കെന്താ ഇത്ര വേദന? നിന്റെ കൂടപ്പുറപ്പുകൾക്കില്ലല്ലോ. നിന്റെ ഒരു അമ്മയുടെ ഉദരത്തിനകത്ത് നിന്ന് വന്ന നിന്റെ രക്തബന്ധങ്ങൾക്ക്, കൂടപ്പുറപ്പുകൾക്ക്, സഹോദരന്മാർക്കും ഇല്ലല്ലോ. പിന്നെ നിനക്ക് മാത്രം എന്താ യോസഫേ ഒരു കാരാഗ്രഹം? യോസഫ് പറയും, ഞാനൊരു സ്വപ്നം കണ്ടവനാണ്, ഞാനൊരു മഹത്വം കണ്ടവനാണ്. യേശുവിന്റെ നാമത്തിൽ സ്വപ്നം കണ്ടവന് മാത്രമേ, മഹത്വം കണ്ടവന് മാത്രമേ കാരാഗ്രഹം തമ്പുരാൻ കൊടുക്കാറുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ദൂതിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. നിന്റെ മനസ്സിന്റെ വേദനകളെ തിരിച്ചറിയുന്ന തമ്പുരാ ചില ഭാരത്തിന്റെ കെട്ടിന്ന് രാവിലെ അഴിക്കാം.
ഈശവ രാമന ധുടമര ധുടമര ധീമര ഹംകര ധീമര ഹൈഡമ വേദന. ഇനി ഞാൻ പ്രീ പ്ലാൻ ചെയ്യാത്തൊരു വാക്ക് ഇതിനകത്ത് സഭ ദൂത അങ്ങനെ ആരാധിച്ചേറ്റെടുക്കുന്ന ഒറ്റ കാരണത്തെ പ്രീ പ്ലാൻ ചെയ്യാത്തൊരു വാക്ക് ഞാൻ പറയട്ടെ. ആമേൻ സ്തോത്രം. നിന്റെ പ്രായത്തിനകത്തുള്ളവൻ ഈ വേദന ഇപ്പം വന്നായിരുന്നെങ്കിൽ അവൻ പണ്ടേ അവസാനിച്ചേനെ. ഏതെങ്കിലും ഒരു കയറിനകത്ത് അവൻ ജീവിതം തീർത്തേനെ. ഒരു വിശക്കുപ്പിക്കകത്ത് അവൻ ജീവിതം അവസാനിപ്പിച്ചേനെ. കഴിഞ്ഞ ദിവസം ആമേൻ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടതുപോലെ ഒരു റെയിൽവേ പാളത്തിൽ അവൻ ജീവിതം അവസാനിപ്പിച്ചേനെ. പക്ഷെ നീ മഹത്വം കണ്ട് വേദന ഏറ്റെടുത്തവനാകുന്നത് കൊണ്ടാ തമ്പുരാൻ നിന്നെ പിടിച്ചു നിർത്തിയത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവന് പറ, അപ്പ വേദനയിലൂടെ നീ എന്നെ കയറ്റി സത്യമാ, ഭാരത്തിലൂടെ നീ എന്നെ കയറ്റി സത്യമാ, ആകുലതയിലൂടെ നീ എന്നെ കയറ്റി സത്യമാ. പക്ഷെ നീ എന്നെ മഹത്വം കാണിച്ചിട്ടാണല്ലോ ഈ വേദനക്കകത്തൂടെ നീ എപ്പോ എന്നെ എൻട്രി ആക്കുന്നത്. ഒരു മഹത്വത്തിനിടയിലുള്ള ഒരു വേദന, ആ വേദനയ്ക്കപ്പുറം വെളിപ്പെട്ടു വരുന്ന ഒരു ഉയർപ്പിന്റെ വാറ്റത്വം. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയാം, മഹത്വത്തിന്റെ താഴെ വേദന, വേദനയുടെ താഴെ ഒരു ഉയർപ്പ്. ഈ വേദന കൊണ്ട് ജീവിതം തീരുന്നൊന്നും ചിന്തിക്കരുത്. ഇതിനപ്പുറം ഒരു ഉയർപ്പുണ്ട്. സ്തോത്രം. ആമേൻ. 3 യേശു അതിനകത്ത് കയറ്റി. ഇങ്ങനെ യേശു പ്രാർത്ഥിക്കുകയാണ്. ഈ ഗത്സമന തോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചോ, ഗത്സമന തോട്ടത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. 2 കാര്യങ്ങൾ ഈ തോട്ടത്തിനകത്തുണ്ട്. ഒന്ന്, ഒരു മുന്തിരിച്ചക്ക് ഇതിനകത്തുണ്ട്. 2, ഒരു എണ്ണച്ചക്കുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒരു ദൂതാത് ഒന്ന് പറഞ്ഞേ. മുന്തിരിച്ചക്കുണ്ട്, എണ്ണച്ചക്കുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ. എണ്ണച്ചക്കുണ്ട്. സ്തോത്രം. ഈ മുന്തിരിച്ചക്കിന്റെ പ്രത്യേകത എന്നാ അറിയാം? ഈ മുന്തിരിച്ചക്കും കർത്താവിന്റെ ഈ പ്രാർത്ഥന തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. സ്തോത്രം. ഈ മുന്തിരിച്ചക്കിന്റെ പ്രത്യേകത, ഈ ഒലിവ് കായ്കളെല്ലാം അല്ലെങ്കിൽ ഈ എണ്ണച്ചക്കിന്റെ ഒക്കെ പ്രത്യേകത, ഈ ഒലിവ് കായ്കളെല്ലാം അവർ പറിച്ചെടുക്കും. ഒരു സീസൺ വരുമ്പോ നമ്മള് മുന്തിരിങ്ങയൊക്കെ പറിച്ചെടുക്കില്ലേ, ഇതുപോലെ ഇവർ ഇത് പറിച്ചെടുത്തിട്ട് ബലമുള്ള മെടഞ്ഞ ഒരു കൊട്ടയ്ക്കകത്ത് ഈ കായ്കളെല്ലാം അവരിടും, ഒലിവിന്റെ കായ്കളെല്ലാം ഇടും. എന്നിട്ട് ഈ പറിച്ചെടുക്കുന്നവൻ ഒരു കാര്യം ചെയ്യും, ആ കൊട്ടയ്ക്കകത്ത് വെച്ച് തന്നെ അതിനെ ഇങ്ങനെ ഞെക്കിപ്പിടിയും. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഇങ്ങനെ ഞെക്കിക്കിടി. ഇത് ഇവർ സിസ്റ്റമാണ്. 4 പ്രാവശ്യം ഇവർ ചെയ്യത്തില്ല, 2 പ്രാവശ്യം ചെയ്യത്തില്ല, 3 പ്രാവശ്യം തന്നെ അവരിങ്ങനെ ഞെക്കിപ്പിടിയും. എന്റെ സഹോദരിമാരെ, നിങ്ങള് അരി കഴുകി അടുപ്പത്തിടുന്നില്ലയോ? എങ്ങനാ? ചാക്കിന്ന് നേരെ എടുത്ത് ഇടുക പാസ്റ്റേ? ആണോ? പിന്നെ എങ്ങനെ കഴുവും? ഒരു വട്ടം, 3 4 5 6 വട്ടം റിപ്പീറ്റ്. അതിനകത്ത് അടുക്ക് പോകുന്നത് വരെ നിങ്ങൾ കഴിയും. ഇന്ന് രാവിലെ നമ്മളെ തിരുവത്താഴ ശുശ്രൂഷയ്ക്കകത്ത് നമ്മളെപ്പോഴും കടയിൽ നിന്ന് പുറത്തുനിന്ന് റെഡിമെയ്ഡ് സാധനം മേടിക്കുന്നത്. കർത്താവിന്റെ ദാസൻ ലിജു പാസ്റ്റർ പറഞ്ഞു, അത് വേണ്ട, അതിനേക്കാൾ നല്ലത് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാം. രാവിലെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ലിജു പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ മുന്തിരിങ്ങ കടയിൽ നിന്ന് മേടിച്ച മുന്തിരിങ്ങ ഞങ്ങൾ കൊണ്ടുവന്ന് പുഴുങ്ങിയ മുന്തിരിങ്ങ ഞങ്ങൾ തുണിക്കകത്ത് വെച്ച് ഞെക്കിപ്പിഴിഞ്ഞു. ആ ചാറാ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിങ്ങനെ ഞെക്കിപ്പിഴിയും അറിയുന്നൊരു ചാറ് പുറത്തോട്ട് വരത്തില്ലേ? ഇതുപോലെ ഈ കായ്കളെല്ലാം കൂടെ കൊട്ടയ്ക്കകത്ത് വെച്ച് ഇവര് 3 പ്രാവശ്യം ഞെക്കിപ്പിഴിയും. 3 പ്രാവശ്യം ഞെക്കിപ്പിഴിയുമ്പോൾ അതിന്റെ അവസാന അതിനകത്ത് സത്തും പുറത്തു വരും. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. യേശുവിന്റെ പ്രാർത്ഥനയും ഈ ഞെക്കിപ്പിടിയിലുമായിട്ട് ഒരു ഭയങ്കര കണക്ഷൻ ഉണ്ട്. എന്നാണെന്നറിയാമോ? തമ്പുരാൻ ഗത്സമന തോട്ടത്തിന്റെ മണ്ണിൽ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം അവൻ വീണു. ഓരോ പ്രാവശ്യം വീണ് പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരുടെ പറഞ്ഞു, ഉറങ്ങരുത്. ഉണർന്നിരുന്ന് എന്ത് ചെയ്തോണം? പ്രാർത്ഥിച്ചോണം. ഉറങ്ങരുത്. ഓരോ പ്രാവശ്യം തമ്പുരാൻ പറഞ്ഞു. 3 പ്രാവശ്യം തമ്പുരാൻ പോയി വീണു. ഓരോ പ്രാവശ്യം വീണും എഴുന്നേറ്റും. എന്റെ അരുമനാഥം പ്രാർത്ഥിച്ചു കയറുക എന്ന് വെച്ചാൽ അവസാനത്തെ വേദനയും തമ്പുരാൻ ഞെക്കി പിഴിഞ്ഞ് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമെന്നുള്ള വാക്ക്, നിന്റെ സകല വേദനകളും അവൻ ചുമക്കണമെന്നുള്ള വാക്ക്, അത് നിവർത്തീകരിക്കാൻ തമ്പുരാൻ ഉഴപ്പ് കാണിച്ചെന്നല്ല, യേശുവിന്റെ അവസാനത്തെ പേര് യേശു ഗത്സമന തോട്ടത്തിനകത്ത് എടുത്തു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എടുത്തു. തമ്പുരാൻ ക്രൂശിന്റെ വേദന ചുമന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേരം അകത്തേക്ക് ചാടിക്കേറിയച്ച കൂട്ടത്തിനകത്ത് ഇന്നലകളിൽ ആള് കളിച്ചുകൊണ്ട് നിന്ന യൂദ, അഭിനയിച്ചുകൊണ്ട് നിന്ന യൂദ, അവനകത്ത് ചാടിക്കേറി പടയും പന്തവും വാളുമായിട്ടൊക്കെ. മക്കളെ ഒന്ന് എഴുന്നേറ്റടാ, അറിയാവുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഓടിവാ. വന്ന് നിൽക്കുക. ശത്രുവാണോ ഈ നിൽക്കുന്നേ? കണ്ടാ മിത്രമാണെന്ന് തോന്നും, പക്ഷെ അമ്പോ ശത്രുവാ. സ്തോത്രം. അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ചോദിച്ചു, സ്നേഹിത, ദുഷ്ടനേ എന്നല്ല, എടാ പിശാചേ, കാണിച്ചു കൊടുക്കാൻ കയറി വന്നോടാ തോട്ടത്തിൽ. ആണോ? തന്മയത്വത്തോടെ. യേശുവിനെല്ലാം അറിയത്തില്ലയോ? അറിയാം. പക്ഷെ യേശുവിന്റെ തന്മയത്വം അവിടെ കാണുന്നേ. യേശു ചോദിച്ചു, സ്നേഹിത, നീ വന്നതിന്റെ കാര്യം ചെയ്തിട്ട് തിരിച്ചു പോ. അവൻ അരുമനാഥനതെ ഇങ്ങനെ ഒന്ന് ചുംബിച്ചപ്പോ പടയാളികൾക്ക് മനസ്സിലായി, ഇവനെയാ ക്രൂശിക്കണ്ടേ. യേശുവിനെ അവറ്റകൾക്കറിയത്തില്ല. ഇവിടെ ഒരു ഒറ്റിക്കൊടുക്കൽ നടക്കുകയാണ്. 30 വെള്ളിക്കാശ് മേടിച്ച കാരണത്താൽ
പ്രാണപ്രിയനായ എൻ്റെ കർത്താവിനെ കൂട്ടത്തിനകത്ത് ചേർന്ന് നിന്നവൻ കാണിച്ചു കൊടുക്കുന്നു. ഒറ്റിക്കൊടുക്കൽ, ചതി മറഞ്ഞിരിക്കുന്ന ഗസമന തോട്ടത്തിന്റെ മണ്ണ്. സ്തോത്രം. ഇതിനകത്ത് വെച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ പിടിക്കാൻ വന്ന പടയാളികളോട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവര് പറഞ്ഞു, നസറേനായ. യേശു പറഞ്ഞു, അയ്യോ എന്നെയാണോ? ഞാനല്ല, അതെ അപ്പുറം നിൽക്കുന്നതിനോ പിടിച്ചു ഒന്നല്ല പറഞ്ഞത്. അവൻ ഇങ്ങനെ കൈ നീട്ടി കൊടുത്തിട്ട് പറഞ്ഞു, അത് ഞാൻ തന്നെ, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ പിടിക്കാൻ വന്നവനെല്ലാം കൂടെ നിലത്തു വീണു. സ്തോത്രം. യേശു ചാടി എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, എന്നാ സിസ്റ്റമായത്? പിടിക്കാൻ വന്നേലോ, എഴുന്നേറ്റ് പിടിച്ചേച്ചും പോ എന്ന് വെച്ചാൽ അവനെ പിടിച്ചതല്ല, അവൻ പിടി കൊടുക്കാൻ നിന്നുകൊടുത്തതാണ്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഇഹലോകത്തിനകത്ത് ഇറങ്ങി വന്ന തമ്പുരാനെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. അവൻ തന്നെത്താൻ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്. മനസ്സിലായോ? ലോക മനുഷ്യൻ ചോദിക്കും, നിന്റെ കർത്താവിനെ കൊന്നതല്ലേ? എന്നാൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവൻ പറയും, എന്റെ കർത്താവിനെ കൊന്നതല്ല, അവൻ തന്നെത്താൻ ക്രൂശ് ചുമക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്. നിങ്ങളാരെ തിരയുന്നു? യേശുവിനെ. അത് ഞാൻ തന്നെ, എന്നെ പിടിക്ക എന്ന് പറഞ്ഞ് യേശുവിന്റെ അകത്ത് വ്യാപരിച്ച അഭിഷേകം. സ്തോത്രം. തമ്പുരാനെ അവര് പിടിച്ചു, നേരെ കൊണ്ടുപോയി. കോടതികൾ മാറി. കർത്താവിന്റെ ദാസൻ അജീവ് വർഷിപ്പ് ചെയ്തപ്പോ പറഞ്ഞു, മാറി മാറി കോടതികൾക്കകത്ത് തമ്പുരാനെ വിസ്തരിച്ചു. കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാനത് കട എടുക്കുക കേട്ടോ. ഇനി എല്ലാ വേദികളിലും ഞാനത് പറയുകയും ചെയ്യും, പ്രത്യേകിച്ച് കൺവെൻഷൻ വേദികളിൽ. സ്തോത്രം. വിഷമൊന്നും തോന്നില്ല. സ്തോത്രം. ഏണ്ടേ ഇവിടുത്തെ പല സിനിമാ നടന്മാരുടെ ആ വാക്ക് അങ്ങനല്ലേ പറഞ്ഞത്, റിപ്പീറ്റ് ആവർത്തന വിരസത ഒന്നും തോന്നരുത് കേട്ടോ. സ്തോത്രം. ഇവിടുത്തെ പല സ്റ്റാറുകൾ എന്ന് പറയുന്നവരുടെ പേരുകളൊക്കെ ഭംഗം വരുന്ന കാലഘട്ടത്തിനകത്ത് എൻ്റെ സഹോദര 7 കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും ഇവനിൽ കാണുന്നില്ല എന്ന് കോടതി വിധി പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ അത് ഇന്ന് രാവിലെ ഞാൻ ആരാധിക്കുന്ന എന്റെ യേശുവല്ലാതെ വേറെ ആരുമല്ല. ചേർന്ന് ശക്തിയോടൊരു ഹല്ലേലൂയ പറയാമോ? സന്തോഷത്തോടെ പറഞ്ഞ് ഇങ്ങനൊരു ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയവർക്കായി സ്തോത്രം. യഹൂദന്റെ കോടതിക്കകത്ത് അവനെ കൊണ്ടുവന്നു. ഒരു 5 മിനിറ്റ് കൂടെ, 5 അല്ല അതിൽ കൂടുതൽ പറയാനുള്ള സംഗതിയുണ്ട്, പക്ഷെ അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. സ്തോത്രം. യഹൂദന്റെ കോടതിക്കകത്ത് അവനെ കൊണ്ടുവന്നു. ഇവിടെ നിയമങ്ങളെല്ലാം യേശുവിന് എതിരെ നിൽക്കുന്ന സമയങ്ങളാണ്. 2 കാരണത്താലാണ് കർത്താവിനെ ഇവർ വിധിക്കുന്നത്. 2 കാരണത്താൽ. നിങ്ങൾ ആ 2 വാക്ക് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. 2 കാരണത്താലാണ് ഇപ്പൊ യേശുവിനെ വിധിക്കുന്നത്. ഒന്ന്, മതത്തിന്റെ കോടതിയിലും യേശുവിനെ വിധിക്കുന്നുണ്ട്. 2, രാജ്യത്തിന്റെ കോടതിയിലും യേശുവിനെ വിധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞേ, മതത്തിന്റെ കോടതി, രാജ്യത്തിന്റെ കോടതി. അന്നേരം പറഞ്ഞേ, മതത്തിന്റെ കോടതി, രാജ്യത്തിന്റെ കോടതി. മതത്തിന്റെ കോടതിക്കകത്ത് യേശുവിനെ വിസ്തരിക്കുന്നതിന് ആദ്യ വേളകളായി നടക്കുന്ന യഹൂദന്റെ മതക്കോടതിയിൽ വിസ്തരിക്കുക. ഈ കോടതിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? മക്കളെ ഈ കോടതിയുടെ പ്രത്യേകത 71 കൂട്ടങ്ങൾ ചേരുന്ന ഒരു സന്നിധിയും സംഘമാണ് മതത്തിന്റെ കോടതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യഹൂദന്റെ സന്നിധി സംഘം. 71 ആൾക്കാർ ചേർന്നിരിക്കുന്നതാണ് സന്നിധി സംഘം. ഈ കൂട്ടത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഞാനിത് പറയുമ്പോൾ യേശുവിനുള്ള സ്നേഹം നിങ്ങൾക്ക് കുറച്ചും കൂടെ പറഞ്ഞു. ഇത് കടഭാരം മാറുന്നതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഈ 71 പ്രിയപ്പെട്ടവർ ചേരുന്ന സംഘം, സന്നിധി സംഘം. സന്നിധി സംഘത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇവർ ഒരുത്തനെ പോലും കൊല്ലരുതെന്നുള്ളതാച്ചാ ഇവരുടെ നിയമം. ആരെയും കൊല്ലരുത്. ഈ സന്നിധി സംഘം എന്തിനാ യഹൂദന്റെ നാട്ടിൽ ദൈവം ആക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങാണം ക്രിമിനൽ കുറ്റം ചെയ്ത ഒരുത്തനെ കൊല്ലാൻ ഏൽപ്പിക്കേണ്ടി വന്നാൽ ഈ സന്നിധി സംഘത്തിലുള്ള എന്റെ റോയ് പാസ്റ്ററെ 71 പേരും ഉപവസിച്ചും പ്രാർത്ഥിച്ചും 3 ദിവസം തമ്പുരാന്റെ പാദപീഠത്തിൽ ഇരിക്കണം. സ്തോത്രം. ഇത് ബൈബിളിൽ പറയണമല്ല, വേദപണ്ഡിതന്മാർ പറയുന്നു, യഹൂദന്റെ സിനഗോഗുകളിലൊക്കെ പറയുന്നു, അവരുടെ നിയമത്തിലൊക്കെ പറയുന്നു. അത് ഊഹാപോഹമൊന്നുമല്ല കേട്ടോ, അത് അവരുടെ നിയമത്തിനകത്ത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങാണ് ഒരുത്തനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കേണ്ടി വന്നാൽ 71 സഹോദരങ്ങളും, സന്നിധി സംഘത്തിൽ വിധി പറയുന്ന 71 സഹോദരങ്ങളും 3 ദിവസം കർത്താവിന്റെ സന്നിധി ഇരുന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? അങ്ങാണും ദൈവത്തിനൊരു മനസ്സലിവുണ്ടായിട്ട് ഈ കൊലകുറ്റത്തിനകത്ത് അല്ലെങ്കിൽ ഈ മരണശിക്ഷയ്ക്കകത്ത് ഏൽപ്പിക്കേണ്ടവനെ വിടുവിക്കാൻ ഒരു അവസരം ദൈവം തന്നാലോ എന്ന് ചിന്തിച്ച് കൊല്ലാതെ. നല്ല ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിനകത്ത് കോടതിക്കകത്ത് മലയാള സംസ്കാരത്തിനിടയിൽ കോടതിക്കകത്ത് ഈ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പതിവ് ഇല്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അല്ലേ, പിന്നല്ലെങ്കിൽ കൊള്ളാം അതുപോലെ അങ്ങ് തരികട കാണിച്ച് അല്ലെങ്കിൽ അതുപോലെ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ ഒരെത്തും പിടിയില്ലെങ്കിൽ, ഒരു നിവൃത്തിയില്ലെങ്കിൽ അവസാനമേ ഇവരെ മരണശിക്ഷയ്ക്ക്, അല്ലെങ്കിൽ പറയും 12 വർഷം അല്ലെങ്കിൽ 8 വർഷം 5 വർഷം 1 ലക്ഷം രൂപ വേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവന്റെ ജീവൻ രക്ഷിക്കാൻ ഇവിടുത്തെ കോടതി ശ്രമിക്കുന്നത് പോലെ യഹൂദന്റെ കോടതിക്കും ഈ സിസ്റ്റം ഉണ്ട്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കരുത്. അങ്ങാണം മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കേണ്ടി വന്നാൽ 3 ദിവസം സന്നിധി സംഘം ചെയ്യണം,
കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു നീക്കുപോക്ക് കൊടുക്കാമോ എന്ന് പറയേണ്ട ഒറ്റവാക്കി പറയാം. സന്നിധി സംഘം വിധിക്കാൻ നിർത്തിയിരിക്കുന്നതല്ല, ഇവൻ യഹൂദന്റെ നാട്ടിലുള്ള യഹൂദന്മാരെ രക്ഷിക്കാൻ നിർത്തിയിരിക്കുന്നത് സന്നിധി സംഘം. ഒരു സോദരൻ പറഞ്ഞാട്ടെ. പക്ഷെ ഇപ്പൊ സന്നിധി സംഘം എന്നാ ചെയ്യുമേ? യേശുവിനെ വിസ്തരിക്കുന്നൊന്നുമില്ല, കർത്താവിനെ അങ്ങ് ശിക്ഷിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് നിൽക്കുക. എന്റെ പൊന്ന് സഹിച്ച, പകലിന്റെ വെളിച്ചത്തിൽ മാത്രമേ വിധി കൽപ്പിക്കാവുള്ളൂ. ഇത് സന്നിധി സംഘത്തിന്റെ നിയമമാണ്. പക്ഷെ യേശുവിനുള്ള വിധി ഇവരെ എപ്പോഴാ കൽപ്പിച്ചെന്നറിയാമോ? രാത്രിയില. സ്തോത്രം. യേശുവിനെ വിസ്തരിച്ചതും രാത്രിയില. നിയമങ്ങൾ മുഴുവനും തെറ്റിച്ചുകൊണ്ട് യേശുവിന്റെ മേൽ വിധി ഇവര് നടപ്പാക്കിയ. സ്തോത്രം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് മാത്രമല്ല, എവിടെങ്കിലും ഈ സംഘം കൂടാൻ പാടില്ല. ഇവർക്ക് യെരുശലേമിന്റെ ആലയത്തിന്റെ പ്രത്യേക സ്ഥലങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ ഈ സന്നിധി സംഘം കൂടാറുള്ളൂ. പക്ഷെ നിയമങ്ങളെല്ലാം കാറ്റിനകത്ത് പറത്തിക്കൊണ്ട് കർത്താവിനെ ഇവരെ ക്രൂശിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് നിൽക്കുക. അവിടെ നിർത്തിക്കൊണ്ടൊക്കെ ഞാനൊരു ദൂത് പറയാം. ലോകം അനീതിയുടെ ലോകമാ. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ നിന്നെ തള്ളി താഴെയിടാൻ ശ്രമിക്കുന്ന ലോകമാ. അതിന്റെ നടുവിലും നീതി ഇല്ലാത്ത ലോകത്തിന്റെ നടുവിൽ നിന്നെ നട്ടലോടെ നിർത്താൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവത്തെയാ ഇന്ന് രാവിലെ നീ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ മാത്രം ശബ്ദമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ലോകത്തിന്റെ കോടതിയിൽ നിന്ന് നിനക്കുള്ള നീതിയുടെ വിധി കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയാം, 7 കോടതിനെ വിസ്തരിച്ചിട്ട് നീ കയറി നിൽക്കുന്ന ഒരു 8ാമത്തെ കോടതിയുണ്ട്. അത് ലോകത്തിന്റെ കോടതിയല്ല, അത് മതത്തിന്റെ കോടതിയല്ല, അത് തമ്പുരാന്റെ കോടതിയാ. അവിടെ നിനക്കുള്ള നീതിയുടെ വിധി ദൈവം പുറപ്പെടുവിക്കും. വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. മനുഷ്യനിൽ നിന്ന് നീതി കിട്ടാത്ത ദൈവമക്കൾ ഇന്ന് രാവിലെ യോഗത്തിനകത്തുണ്ടോ? നിനക്ക് കിട്ടേണ്ടിയ നന്മകൾ തടുത്തു വെച്ച ലോകമായി ഈ ലോകം. എന്നാൽ ഇന്ന് രാവിലെ ദൈവം ദൂത് പറയുന്നു, നിനക്ക് ഇനി ഒരു കോടതിയുണ്ട്. അത് 8ാമത്തെ കോടതിയാ, അത് ദൈവത്തിന്റെ കോടതിയാ. അവിടെ നിനക്കുള്ള നീതിയുടെ വിധി നടപ്പാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ചേർന്ന് ശക്തിയോടെ ഓ രക്തം ശയ്യം 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 രക്തം ശയ്യം. കയ്യഫാവാണ് യേശുവിനെ പിടിക്കാൻ, കയ്യഫാവ യേശുവിനെ തകർക്കാൻ ആവോളം പരിശ്രമിച്ചത്. കാര്യം എന്നാണെന്നറിയാമോ? കേട്ടോ, അതും കൂടെ കേട്ട് പ്രാർത്ഥിക്കാം. ഹന്നാവിന്റെ മരുമകനാ കയ്യഫാവ്. ആ പേരൊക്കെ ഭയങ്കര കണക്ഷൻ അല്ലേ? ഹന്നാവിന്റെ മരുമകൻ കയ്യഫാവ് എന്ന് പറഞ്ഞേ. ഇതിപ്പോ നിങ്ങളുടെ ഈ പുതിയ ആൾക്കാരെ ഞാൻ വിട്ടേക്കുന്നത്, ഈ പഴയ ആൾക്കാരൊക്കെ അന്തം വീഴ്ച നിൽക്കി ആദ്യമായിട്ട് ക്ലാസ്സിക്ക്. സഹോദരൻ, ഹന്നാവിന്റെ മരുമകനാ കയ്യഫാവ്. ഹന്നാവാരാന്നറിയാമോ? പുരോഹിതരാ. പക്ഷേ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന കസേരക്കകത്തിരുന്ന് കൊള്ളരുതായ്മ കാണിച്ചതിന്റെ പേര് തമ്പുരാൻ തട്ടി താഴെയിട്ട മനുഷ്യന് ഇപ്പൊ അധികാരമില്ല, ഒന്നുമില്ല. പുള്ളി ഒരു കാര്യം ചെയ്തു. എന്റെ അധികാരം നഷ്ടപ്പെട്ടപ്പോ വീട്ടിനകത്തുള്ള ഒരു ചെറുക്കനെ പിടിച്ച് അതിനകത്ത് ഇരുത്തി. സ്തോത്രം. പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന ആരാന്നറിയാമോ? ഇപ്പോഴും ഹന്നാവ. പേരിന് മാത്രം കയറിയിരിക്കുന്ന കയ്യഫാവ്. പുറകിൽ ഇപ്പോഴും വ്യാപരിക്കുന്ന ഒരു സാത്താനിക തന്ത്രമ എന്നൊക്കെ പറയുമ്പോൾ പിടികിട്ടുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അത്രയും മാത്രം പറഞ്ഞു വിടുക. ചിലർ അധികാരത്തിന്റെ കസേര ഇറങ്ങിയാലും ചിലതിനെ കയറ്റിയിട്ട് അവരുടെ പിള്ളേരെയൊക്കെ കയറ്റി പുറകെ നിന്ന് ചരട് വലിക്കുക. അപ്പോഴും പരിപാടിയൊക്കെ ചെയ്തു. പക്ഷെ പിള്ളേർ പേരിന് അത്രയും മനസ്സിലായാൽ മതി. സ്തോത്രം. എന്നതുപോലെ അധികാരത്തെ നാളിറങ്ങി. പക്ഷെ ഇപ്പോഴും മരുമകനെ വെച്ച പരിപാടി തുടരുന്ന സാത്താനിക തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദു, ചതിക്കുഴി മറച്ചു വെച്ചിരിക്കുന്ന ഹന്നാവ്, കയ്യഫാവ്. ആമേൻ. സ്തോത്രം. അതെ, ഈ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്നാണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ജനത്തിന് കൊടുക്കേണ്ട നന്മ, ചരിത്രമൊക്കെ പറയാ, ജനത്തിന് കൊടുക്കേണ്ട ഫണ്ട് സ്വന്തം വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഫുഡ് അടിക്കുന്ന ഹന്നാവ്. ഒരു സോദരം പറഞ്ഞാട്ടോ, എന്നാ വൃത്തികെട്ട സ്വഭാവമല്ലേ? സ്തോത്രം. ജനത്തിന് പ്രയോജനപ്പെടേണ്ട നന്മ പിടിച്ചു വെച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവറ്റകൾ ഇരുന്ന് കഴിക്കുക. സ്തോത്രം. ഇങ്ങനെയുള്ളൊരു തമ്പുരാൻ വെറുതെ വിടുമോ? ഇല്ല. ചരിത്രം പറയുന്നു, ഹന്നാവിന്റെ കയ്യഫാവിന്റെ ഒന്നും അവസാനം നല്ലതായിരുന്നില്ല. തകർക്കപ്പെട്ട ജീവിത സാഹചര്യമായിരുന്നു അവർക്കുള്ളത്. പക്ഷെ അവര് തകർക്കാൻ ശ്രമിച്ച യേശു ഉണ്ടല്ലോ, വാഗ്ദത്ത ദിവസം 3ാമത്തെ പക്കം അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. നിന്നെ തകർക്കാൻ നോക്കുന്നവൻ തകരത്തേ ഉള്ളു. കേട്ടോ, ഈ വാക്കൊന്നും ഞാൻ പറയാൻ വന്നതല്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിനക്കെതിരെ ചൂണ്ടുന്നവൻ വീഴത്തേ ഉള്ളൂ, നിനക്കെതിരെ കുറ്റം പറയുന്നവൻ തകരത്തതേ ഉള്ളൂ. നിന്റെ ഉയർപ്പിന്റെ സമയം എത്തുമ്പോൾ നീ ശക്തിയോടെ എഴുന്നേറ്റു വരും. കള്ളസാക്ഷ്യം, മശിഹ എന്ന ആരോപണം, കള്ളസാക്ഷ്യം, മശിഹ എന്ന ആരോപണം, ദൈവം നിന്ന 3 ശിക്ഷകൾ അല്ലെങ്കിൽ 3 കുറ്റങ്ങൾ യേശുവിന്റെ മേൽ എടുത്തു വെക്കാം. ഈ 3 കുറ്റം യേശുവിന്റെ മേൽ ചുമത്തിയപ്പെടാച്ച കയ്യഫാവിനൊരു കാര്യം മനസ്സിലായത്, ദൈവം നിന്നയോ മശിഹ എന്ന ആരോപണമോ കള്ളസാക്ഷ്യമോ നിമിത്തം ഒരുത്തിനെ കൊല്ലാൻ പറ്റത്തില്ല. പിന്നെ ഒരുത്തിനെ കൊല്ലണമെങ്കിൽ ഇവനെ മതത്തിന്റെ കോടതിയിൽ നിന്ന് മാറ്റി രാജ്യത്തിന്റെ കോടതി കൊണ്ടുവരണം. രാജ്യം എന്ന് വെച്ചാൽ രാജ്യദ്രോഹം ചെയ്തവനെ കൊല്ലാൻ പ്രമാണമുണ്ട്.
മതത്തിനകത്ത് എന്തെങ്കിലും തരികട കാണിച്ചവനെ കൊല്ലാനൊന്നും പ്രമാണമില്ല. ആമേൻ, സ്തോത്രം. രാജ്യത്തിനെതിരെ ചെയ്തവനെ കൊല്ലാൻ പ്രമാണമുണ്ട്. അപ്പൊ ഇവര് ഈ 3 ആമേൻ കുറ്റങ്ങളല്ലാതെ യേശുവിന്റെ മേൽ 4ാമത്തെ ഒരു കുറ്റം ചുമത്തി. അതാണ് റോമൻ സാമ്രാജ്യത്തെ യേശു അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഇവർ രാജാവിട്ട് വരാം. അത് കേട്ടപ്പോ വിധി കൽപ്പിച്ചു, ആഹാ, രാജ്യത്തിനെതിരെ നീ കുറ്റം ചെയ്തോ, നീ യഹൂദന്മാരുടെ രാജാവാണോ പറ എന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ മേൽ ഒരു വലിയ മേലെഴുത്തും എഴുതി അങ്ങ് ഒട്ടിച്ചു വെച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കെന്നാ, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. പക്ഷേ ഇവറ്റകളൊക്കെ ചെന്ന് പറഞ്ഞ എന്നാന്നറിയാമോ മക്കളെ? ഇവര് ചെന്ന് പറഞ്ഞ വാക്ക്, ഈ ബോർഡ് കണ്ടപ്പോ ഇവര് പറഞ്ഞ വാക്ക്, എന്റെ പുരോഹിതനെ, ആമേൻ, വിധി എഴുതിയവനെ, ഈ ലെറ്റർ എഴുതിയവനെ, ആമേൻ, സ്തോത്രം, ഇങ്ങനല്ല എഴുതേണ്ടത്. പിന്നെ എങ്ങനെ എഴുതേണ്ടത്? ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞെന്ന് എന്ത് ചെയ്യണം? എഴുതണം. അപ്പം എഴുതിയവൻ പറയുകയാണ്, ഞാൻ എഴുതിയത് എഴുതി, ഇനി മാറ്റിയാലെന്നൊരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അത് ദൈവത്തിന്റെ നീതിയായിരുന്നു കേട്ടോ. തമ്പുരാന്റെ ക്രൂശിനകത്ത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് വലുതായിട്ട് എഴുതിയപ്പോ ആമൻ കുറ്റം പറയാൻ വന്നം പറയാ, അങ്ങനല്ല എഴുതണ്ടേ, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞെന്ന് എഴുതണം. അവര് പറഞ്ഞു, എഴുതിയത് എഴുതി, ഇനി ഞാൻ മേലെ ഇത് തിരുത്തത്തില്ല എന്ന് വെച്ചാൽ ലോകം അറിയണം ഇവൻ യഹൂദന്മാരുടെ രാജാവാ. അറിഞ്ഞോ അറിയാതെയോ നിന്റെ മേൽ ചില നീതി വെളിപ്പെട്ടു വരും. മനസ്സിലാകുന്നുണ്ടോ? ആമൻ. അറിഞ്ഞോ അറിയാതെയോ നിന്റെ മേൽ ചില നന്മ വെളിപ്പെട്ടു വരും. മനസ്സിലാകുന്നുണ്ടോ? അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നുമില്ല, പക്ഷെ അവര് ചെയ്യുന്നത് നിനക്ക് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ആ കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ക്രൂശ് ചുമന്നു പോവുക. അവസാന വാക്കുകളിലേക്ക് വരിക. ക്രൂശ് ചുമന്നു കൊണ്ടുപോവുക. തമ്പുരാന് ക്രൂശ് എടുക്കാൻ കഴിയണല്ല. കാരണം പെസഹായുടെ ദിവസം, ദീർഘ മണിക്കൂറുകൾ കൊണ്ടുള്ള സമയം, ഉറങ്ങാത്ത യേശുവിന്റെ രാത്രി, അല്പം മിനിറ്റുകൾ. ഇനി നിങ്ങൾ ശ്രദ്ധ വേറെ ഒന്നിലേക്കും പോകരുത്. എനിക്കറിയാം എന്റെ വാക്കുകൾക്ക് ഒത്തിരി പരിധിയുണ്ട്. എനിക്ക് ആ ക്രൂശീകരണം ഒന്ന് ലിറ്ററലി വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയുകയില്ല. പക്ഷേ എന്റെ പരിമിതമായ വാക്കുകളിൽ ഞാൻ അതിനെ പറയാം. എന്റെ ലീല, എന്റെ ഉറക്കമില്ലാത്ത രാത്രി, മാറി മാറിയുള്ള കോടതിയിലെ വിസ്താരം, പോകുന്നവനല്ലേ യേശുവിന്റെ കന്നത്തടിക്കുന്നു, അവന്റെ മുഖത്തിന്റെ രോമം പിച്ചിപ്പറിക്കുന്നു, വേദന സഹിച്ചു നിൽക്കുന്ന തമ്പുരാൻ, അതിവേദനയോടെ ഭാരപ്പെടുന്നത്, ഈ വേദനയെല്ലാം മാറ്റും. ഉറക്കമില്ലാത്ത രാത്രി എന്നൊക്കെ പറഞ്ഞ വലിയ ഭാരം, ഉറങ്ങാൻ കഴിയാത്ത ജീവിത സാഹചര്യം അനുഭവിച്ച ദൈവമക്കൾ യോഗത്തിനകത്തുണ്ടോ? ഏതെങ്കിലും രാത്രി തിരിഞ്ഞും മറിഞ്ഞു രാവിലെ ആകണം, എന്നെ ഭാരം, ഞാൻ പറയും വേറെ ഏത് വേദനയേക്കാൾ അസ്വസ്ഥമാണത്. സ്തോത്രം. ഉറക്കമില്ലാത്ത രാത്രികൾ. അതുകൊണ്ടല്ലേ പൗലോസ് എന്റെ റോയ് പാസ്റ്ററെ തന്റെ കഷ്ടതകൾ വിവരിക്കുമ്പോൾ നദികളിൽ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത് എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് പറഞ്ഞു വരുമ്പോൾ പറയുന്നത് ഉറക്കം, ഇളപ്പ്, അതൊരു ഭാരമാണ്. സ്തോത്രം. ഉറങ്ങാൻ പറ്റാത്ത രാത്രി അസ്വസ്ഥതയുടെ സമയങ്ങളാണ്. യേശുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾ കോടതി മാറി മാറി വിസ്തരിക്കുന്നു. ആദ്യം ഇവിടെ ചെന്നു, അവിടെ ചെന്നപ്പോ പീലാത്തോസ് പറഞ്ഞു ഞാനല്ല, അപ്പുറത്തിന്റെ അടുക്കച്ച്. അവിടെ ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ അവൻ പറഞ്ഞു ഇല്ല, വീണ്ടും പീലാത്തോസിന്റെ അടുക്കച്ച്. ഇങ്ങനെ മാറി 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 യേശുവിനെ കൊണ്ട്, ഇത് ചുമ്മാതെ വണ്ടിക്കകത്തൊന്നും അല്ല കൊണ്ടുപോകുന്നത്. അന്ന് തമ്പുരാനെ വലിച്ചിഴച്ചും ഒക്കെ യേശുവിന്റെ മേളിൽ വലിയ അടിയൊക്കെ കാണുന്നവനെല്ലാം കർത്താവിന് ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ സമയം, ഹാൾ നൈറ്റ് മുഴുവനും യേശുവിനെ വിസ്തരിക്കുക. രാവിലെ ആയപ്പോ അവര് വിധി പറഞ്ഞു ഇവനെ ക്രൂശിക്കണം. രാവിലെ ആയപ്പോ അവര് വിധി പറഞ്ഞു ഇവനെ ക്രൂശിക്കണം. ആ അതിവേദന നിമിത്തം, ഒരു രാത്രിയിലെ ഉറക്കമൊഴിപ്പ് നിമിത്തം യേശുവിന്റെ ശരീരത്തിനകത്ത് അമിത ഭാരം എടുത്തു വെച്ചപ്പോ തമ്പുരാൻ അത് താങ്ങാൻ കഴിഞ്ഞില്ല. യേശു വന്നു വീണു. ആ ക്രൂശ് നിമിത്തം വീണപ്പോ ഈ അടിക്കുന്ന പടയാളിക്ക് മനസ്സിലായി ഇവനിത് ചുമക്കാൻ പറ്റത്തില്ല, ഇവനിത് ചുമക്കാതെ മേളിക്കൊണ്ട് ചെല്ലാതെ ഈ ക്രൂശീകരണം നടക്കത്തില്ല. എഴുന്നേൽക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന തമ്പുരാനെ നോക്കിയപ്പോ ഇവർക്ക് മനസ്സിലായി ഇവനിത് എടുക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? കൂടെ നിൽക്കുന്ന ഒറ്റ പടയാളി ഇത് സഹായിക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? പടയാളിക്ക് മസിലില്ലാത്തത് കൊണ്ടല്ല, പടയാളിക്ക് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടല്ല, ഇവര് ക്രൂശിനെ തൊട്ടാൽ ഇവർ അശുദ്ധമായി മാറും. അങ്ങനെ അശുദ്ധമായാൽ പിന്നെ ഇവർക്ക് പെസഹ ആചരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിനെ തൊട്ടാൽ ഒരുത്തൻ അശുദ്ധമാകും, പിന്നെ അവന് പെസഹയിൽ പങ്കാളിത്തം സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒത്തിരി ക്രൂശിനെ തൊടത്തില്ല. അവർക്ക് പെസഹായ വലുത്, അവർക്ക് ആഘോഷമാ വലുത്, അവർക്ക് വേദന വേണ്ട. വേദനയെന്ന് എല്ലാവരും കൈ ഇങ്ങനെ പുറകിലേക്ക് വലിച്ച് ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ നടന്നു വരുന്ന ഒരുത്തൻ, അവന്റെ പേര് കുറേനക്കാരനായ ശീമോൻ. ആരാ? മലയാളത്തിൽ കിടക്കുന്ന ഒരു വാക്ക് അമ്പേ പരാജയമാണ് കേട്ടോ. മലയാളത്തിൽ കിടക്കുന്ന വാക്കിന്റെ ജിൻസിയാറ്റി, മലയാളത്തിൽ കിടക്കുന്ന വാക്ക് വയലിൽ നിന്ന് വരുന്ന ഷീമോൻ. ആ വാക്ക് പക്ക റോങ് ആണ്. നിങ്ങൾ ആ വാക്ക് പഠിക്കരുത്. ഇതര ഭാഷകൾ പഠിക്കുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷീമോൻ. അപ്പൊ ഈ കുറേനക്കാരനായ ഷീമോൻ വയലിൽ നിന്ന് വരുന്നത് ഒരു മലയാള ആലങ്കാരിക ഭാഷയാണ്. അതിന്റെ ശരിയായ അർത്ഥം ഇപ്പോ ഷീമോൻ വരുന്നത് അവൻ മറ്റൊരു നാട്ടിൽ നിന്നാണ്. ഈ ഷീമോന്റെ നാട് എവിടെന്ന് അറിയാമോ? അവന്റെ നാട് ആഫ്രിക്കയാണ്. എവിടെ? ഇന്നത്തെ ലിബിയ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോ. ലിബിയ. അവിടെ ലിബിയയിൽ 2 പ്രധാനപ്പെട്ട ഉയർന്നു നിൽക്കുന്ന പട്ടണങ്ങളുണ്ട്. അതിനകത്ത് ഒരു പട്ടണമാണ് കുറേന. ഒന്ന് പറഞ്ഞേ.
ലിബിയയിലെ ഒരു പട്ടണം, മക്കളെ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സംഗതി ആദ്യം അവിടെ പഠിച്ചാൽ മതി, ബാക്കി അവിടെ പഠിപ്പിക്കുക. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ലിബിയയിലെ 2 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ, അതിനകത്ത് ഒരു പട്ടണമാണ് ഖുറേന. ആ പട്ടണത്തേന്ന് ഒരുത്തൻ ആദ്യമായിട്ട് യെരുശലേമിലോട്ട് കയറി വരിക. എന്തിനാ? ഇനി നിങ്ങൾ പറ, എന്തിനായിരിക്കും? യേശുവിന്റെ ക്രൂശ് കാണാനോ? അല്ല, കാരണം ക്രൂശീകരണം അന്ന് രാവിലെ പെട്ടെന്ന് നടന്നൊരു സംഭവം. ഇവൻ എന്തിനാ ഇത്രയും ദൂരം മൈലുകൾ താണ്ടി വരുന്നേ? ഈജിപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ മരുഭൂമിയിലൂടെ നടന്നും എടുത്തുമൊക്കെ വേണം ഇവന് യെരുശലേമിൽ കയറി വരാൻ. ഖുറേന ടു യെരുശലേം, ഇതിനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈജിപ്റ്റ്. ഇതിനകത്ത് മൊത്തം മരുഭൂമിയാച്ചാ. ഈ മരുഭൂമിയിലൂടെ നടന്നും എടുത്തൊക്കെ വേണം ഇവൻ ഇവിടെ വരാൻ. ഫ്ലൈറ്റ് ഒന്നും അന്നത്തെ സമയത്തില്ല. ഇവന് നടന്നും എടുത്തൊക്കെ വേണം. ഈ മരുഭൂമിയിലൂടെ, ഈ കാടിലൂടെ ഒക്കെ ഇവർ നടക്കുമ്പോ ഈ യാത്ര അപകടം പിടിച്ച യാത്രയാ. എന്ന് വെച്ചാൽ കള്ളന്മാരാൽ നിറയപ്പെട്ട സ്ഥലം ഇവിടെയൊക്കെ മറിഞ്ഞിരിപ്പുണ്ട്. ഒറ്റയ്ക്കൊരുത്തൻ നടക്കുന്നത് കണ്ടാൽ അവനെ കള്ളന്മാര് പിടിക്കും, അവനെ ദ്രോഹിക്കും. അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിൽ വായിച്ചിട്ടില്ലേ? കള്ളന്മാർ അങ്ങനെ പിടിക്കും. അന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട്. എന്നിട്ടും ഇവൻ ഈ അപകടങ്ങളെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഖുറേന എന്ന് പറയുന്ന അവന്റെ പട്ടണത്തിൽ നിന്നും യെരുശലേം എന്ന് പറയുന്ന ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് ഇവൻ അന്ന് ദിവസം വരുന്നു. എന്തിനായിരിക്കും? ഒറ്റ ചിന്ത, പെസഹ ആചരിക്കാനാ. പെസഹ ആചരിക്കാനാ. കറുത്ത വർഗക്കാരൻ ആദ്യമായി യഹൂദന്റെ നാട്ടിനകത്ത് വന്നൊരു പെസഹ ആചരിക്കാൻ സന്തോഷത്തോടെ വരിക. ആമേൻ, സ്തോത്രം. റോമൻ പടയാളികൾ ചുറ്റുപാടും നോക്കി യഹൂദൻ നിൽക്കുന്നു. അവർക്കാർക്കും യഹൂദനെ നിർബന്ധിക്കാൻ കഴിയില്ല. ക്രൂശ് യഹൂദൻ കൊട്ടാൽ അവൻ അശുദ്ധനാ. അവന് പിന്നെ പെസഹ എടുക്കുമ്പോൾ നോക്കിയപ്പോ കൂട്ടത്തിനകത്ത് ദേ നിൽക്കുന്ന ഒരു കറുത്ത വർഗക്കാരൻ. അവന്റെ പേര് ഷിമോൻ. അവനെ വിളിച്ചു, ഇങ്ങു പാടാ. ആമേൻ, സ്തോത്രം. ക്രൂശ് എടുക്ക. കാരണം അന്നത്തെ നിയമം അനുസരിച്ച് കറുത്ത വർഗക്കാരനോട് വെളുത്ത വർഗക്കാരൻ എന്ന് പറഞ്ഞാലും അനുസരിക്കണം. ഓർമ്മയില്ലേ ഗാന്ധിജിയുടെ കാലഘട്ടങ്ങളൊക്കെ? ആമേൻ, സ്തോത്രം. അവര് നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചപ്പോ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കിടക്കുന്നത് അവനെ പിടിച്ച് ക്രൂശ് നിർബന്ധിപ്പാൻ എടുത്തു വച്ചെന്നൊക്കെയാ. അവന് മനസ്സിന്റെ താല്പര്യങ്ങളെല്ലാം, സ്വപ്നങ്ങളെല്ലാം അവന്റെ പൊലിഞ്ഞുപോയി. കാരണം അവന്റെ ആഗ്രഹം പെസഹ എടുക്കണമെന്നാ. ഈ ക്രൂശ് അവൻ തൊട്ടാൽ അവൻ അശുദ്ധനാകും. അവന് പെസഹ എടുക്കാം. മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്നിട്ടും അവന്റെ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം തട്ടി താഴെയിടുന്ന പോലെ അവന് തോന്നിക്കാണും. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുക, അവർ റിക്വസ്റ്റ് ചെയ്ത് കാണും, പ്ലീസ് യഹൂദന്മാരെ, ഞാൻ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാ യെരുശലേമിലെ പെസഹ. ഞാൻ ഈ ക്രൂശ് തൊട്ടാൽ ഞാൻ അശുദ്ധനാകും. എനിക്ക് പെസഹ, ഞാൻ എന്റെ യാത്രകളെല്ലാം നിഷ്ഫലമാകും. അവര് പറഞ്ഞു, നോ, നീ ക്രൂശ് എടുത്തേ പറ്റത്തുള്ളൂ. അവന്റെ സ്വപ്നങ്ങളെല്ലാം മാനുഷിക രീതിയിൽ അവർ തട്ടി താഴെയിട്ട് ക്രൂശ് എടുക്കാൻ അവനെ നിർബന്ധിക്കുക. അവൻ ക്രൂശ് എടുത്തപ്പോൾ അവൻ ചിന്തിച്ചു, എന്റെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു, എന്റെ ആഗ്രഹങ്ങളെല്ലാം പോയി, ഞാൻ യാത്ര ചെയ്തതെല്ലാം പാഴായി പോയി, എന്റെ അധ്വാനമെല്ലാം ചെറുതായി പോയി. അപകടം പിടഞ്ഞ യാത്രയിലൂടെ ഞാൻ ഈ യെരുശലേമിൽ വന്നിട്ടും എന്റെ സ്വപ്നങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ദൂതദൈവം കൈമാറ്റം ചെയ്യുക. പ്രതികൂലങ്ങളെ തള്ളി മാറ്റി, പ്രതിസന്ധികളെ തള്ളി മാറ്റി, യോഗത്തിനകത്തും പെന്തക്കോസിനകത്തും വന്നിട്ടും എന്റെ ആഗ്രഹങ്ങൾ പൊലിഞ്ഞു പോയോ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവം ദൂത് പറയുന്നു, ഇല്ല, നിന്റെ ആഗ്രഹം പെസഹ ആചരിച്ചു പോട്ടോമെന്നാ. പക്ഷെ ഈ ക്രൂശ് നീ എടുക്കുന്ന ഒറ്റ കാരണത്താൽ കേവലം പെസഹയുടെ സന്തോഷം മാത്രമല്ല, അതിനപ്പുറം നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വത്തെ നിന്റെ വീടിനകത്ത് വിളിച്ചുകൊണ്ട് തരാൻ ദൈവത്തിന്റെ ഒപ്പമയും. ഓ, അതൊരു വലിയ ദൂതാണ്. വെളിപ്പാട് ഇന്ന് രാവിലെ മനസ്സിലാകുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ഇന്ന് രാവിലെ സ്വത്രം പറഞ്ഞിട്ട് പറ, നിന്റെ ആഗ്രഹ തലമുറ ഇന്നത് പഠിപ്പിക്കണോ, നിന്റെ ആഗ്രഹ തലമുറ ഇന്ന സ്ഥലത്തെത്തിക്കണോ. പക്ഷെ നീ ക്രൂശ് ചുമന്നാൽ നിന്റെ ആഗ്രഹത്തിന് അപ്പുറം നിൽക്കുന്ന ഒരു മഹത്വം അതിനകത്ത് വെളിപ്പെട്ടു വരികയാ. എനിക്കറിയാം, ആ റെവലേഷനോട് ഒത്തിരി പേര് കണക്റ്റഡ് ആകുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ മുഖത്തിന്റെ ഭാവപ്രകടനം കാണുമെന്ന് എനിക്കറിയാം. മറ്റേത് മെസ്സേജുകളെക്കാൾ നിങ്ങൾ ആ ക്രൂശിനോട് അല്പസമയങ്ങൾ അടുത്തു വരുന്ന മിനിറ്റുകളാണിത്. ഇന്ന് രാവിലെ അതിന്റെ അക്ഷരീകമായ പ്രതീക തിരുവത്താഴത്തിലൂടെ നീ എടുക്കാൻ പോകുകയാണ്. ഈ ജീവൻ നിന്റെ മേൽ അങ്ങനെ തന്നെ വാടാൻ പോകുകയാണ്. ശിമോനെ, നീ ഒറ്റയ്ക്കാണോ വന്നേ? ശിമോൻ പറയും, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ നീ പെസഹയിൽ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ, നീ പെസഹ ആചരിച്ചാൽ നിനക്ക് മാത്രമല്ലേ സന്തോഷം കിട്ടത്തുള്ളൂ? എനിക്ക് മാത്രമേ സന്തോഷം കിട്ടത്തുള്ളൂ. പക്ഷേ നീ ക്രൂശ് ചുമന്നാൽ നിനക്ക് മാത്രമല്ല സന്തോഷം കിട്ടാൻ പോന്നേ, നിന്റെ വീട്ടിനകത്തിരിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടു. ഇന്ന് രാവിലെ ക്രൂശ് ചുമക്കാൻ ആലയത്തിനകത്ത് നിങ്ങൾ ഒറ്റക്കേ ഉള്ളൂ. പക്ഷേ നീ ക്രൂശ് ചുമന്നാൽ നിന്റെ വീടിനകത്തിരിക്കുന്നവന്റെ മേൽ ഈ വാഗ്ദത്തം വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും. ജീസസ്. റോമർക്കെഴുതിയ ലേഖനം എടുക്കണ്ട, 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ റോയ് പാസ്റ്റർ എഴുതിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ വേർഡ് ഉണ്ട്. ആ വാക്കിനെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ എടുക്കണമെന്നില്ല, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. റോമർക്കെഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം
ആമേൻ, സ്തോത്രം. അതെ, ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം 16 അധ്യായം 13 വാക്യം. നിങ്ങൾ എടുക്കണമെന്നില്ല, എന്നെ ശ്രദ്ധിച്ചോ. കർത്താവിൽ, ബ്യൂട്ടിഫുൾ വേർഡാണ് കേട്ടോ, കർത്താവിൽ പ്രസിദ്ധനായ, ഒന്ന് പറഞ്ഞേ, കർത്താവിൽ, ഒന്നുറക്കെ പറഞ്ഞേ, കർത്താവിൽ പ്രസിദ്ധനായ. അടുത്ത വാക്കെന്നറിയാമോ? രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയും. ഏതാ ചെയ്തറക്കൻ? ഏതാ ഈ റൂഫസ്? ക്രൂശ് ചുമന്ന ശിമോന് 2 തലമുറകൾ, അലക്സാണ്ടർ, റൂഫോസ്. റോമർക്കെഴുതിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പറയാണ്, കർത്താവിൽ അവൻ പ്രസിദ്ധനായെന്ന്. സ്തോത്രം. ക്രൂശ് ചുമന്നവന്റെ തലമുറ കർത്താവിൽ പ്രസിദ്ധനായെന്ന്. നീ പെസഹായ്ക്കകത്ത് അറ്റൻഡ് ചെയ്തു പോയി നീ മാത്രമേ സന്തോഷിക്കത്തുള്ളായിരുന്നു. പക്ഷേ നീ ക്രൂശ് ചുമന്ന ഒറ്റ കാരണത്താൽ നിന്റെ തലമുറ അതിനകത്ത് പ്രസിദ്ധനായി. എനിക്ക് അതിനകത്ത് പ്രസിദ്ധനായി എന്ന് പറയുന്ന വാക്കൊന്നും അല്ല സഹിച്ച ഇഷ്ടപ്പെട്ടെ, എനിക്ക് അതിനകത്ത് മറ്റൊരു വാക്ക് ഇഷ്ടപ്പെട്ടെ. ഇന്നലെ രാത്രി ഞാൻ ഈ വാക്ക് ഒത്തിരി നേരം വായിച്ചപ്പോൾ എനിക്ക് അത് സന്തോഷിച്ചൊരു വാക്കിനെന്നറിയാമോ? റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയും എന്ന് വെച്ചാൽ പൗലോസ് പറയുക, ക്രൂശ് ചുമന്ന ശിമോന്റെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ റൂഫസിന്റെ അമ്മ എനിക്കും അമ്മയാന്ന്. ഇവിടെയല്ലേ അതിരുകൾ ദൈവം പൊളിച്ചേ? ഇവിടെയല്ലയോ വേർപാടിന്റെ നടുച്ചുവറുകൾ ദൈവം ഇടിച്ചു കളഞ്ഞേ? കറുത്ത വർഗക്കാരന്റെ അമ്മ ഇപ്പോ ഗമാലിയന്റെ പാദപടത്തിൽ നിന്ന് ന്യായപ്രമാണം അഭ്യസിച്ചവന്റെ ബെന്യാമിൻ ഗോത്രക്കാരന്റെ അമ്മയായി മാറിയെന്ന്. ഇതിന്റെ രഹസ്യം എന്നാ? ക്രൂശ് നടുവിൽ വെളിപ്പെട്ടു വന്നതാ. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്നവരെ ജാതീയ കെട്ടുകൾ എവിടെ അഴിയുന്നതെന്നറിയാമോ? അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാവിലെ നമ്മുടെ ശിരസിനകത്ത് വാഴുമ്പോൾ പല കുടുംബത്തിനകത്ത് പല മാതാപിതാക്കന്മാരാ ജനിച്ചു വളർത്തപ്പെട്ട നമ്മൾ ഒരു ഹോളിനകത്തിരുന്ന് ഒരുമിച്ച് കഴിച്ചും എടുത്തും ആരാധിക്കുന്നതിന് ഒറ്റ രഹസ്യമേ ഉള്ളൂ. ക്രൂശ് നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നു. ജീസസ്. കണ്ണുകളെല്ലാം അടച്ചേ പ്രാർത്ഥിക്കാൻ പോവാണ്. രാവിലെ ക്രൂശ് നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നപ്പോ ഓടനാവട്ടം പരിത്തേറയിൽ ഒരു അർജുനൻകുട്ടിയുടെയും ബീനാകുമാരിയുടെയും മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ നിങ്ങളുടെ പാസ്റ്ററായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായി മാറി. ഇതിനകത്തിരിക്കുന്ന ആരോ ദൈവമക്കളെ നോക്കി ഞാൻ പറയാം, നമ്മുടെ മേൽ ക്രൂശ് വെളിപ്പെട്ടു വന്നപ്പോ ഏതൊക്കെയോ കുടുംബത്തിൽ ഏതൊക്കെയോ പശ്ചാത്തലത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരെ ഒരു കുടുംബത്തിന്റെ അംഗമാക്കി ദൈവം മാറ്റി. എന്റെ അമ്മ ഇപ്പൊ അവന്റെ അമ്മയാ. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ വിളിക്കുന്നത് എന്നാ അറിയുമോ? സഹിച്ചാലും ഞാൻ വിളിക്കുന്ന സജു ബ്രദറേ എന്നാണ്, അല്ലെങ്കിൽ സഹിച്ചാന്നാണ്. റോയ് പാസ്റ്ററിനെ ഞാൻ വിളിക്കുക റോയ്. പൊതുവേദികളിൽ റോയ് പാസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്യുന്നെങ്കിലും റോയിച്ച് അല്ലെങ്കിൽ ആമേൻ സ്തോത്രം റോയ് പാസ്റ്റർ, ഓക്കെ, അത് ആ ഭാഷകളൊക്കെ വരുന്നത്. സ്തോത്രം. കർത്താവിന്റെ ദാസി ജിൻസി ആന്റി എന്നൊക്കെ വിളിക്കുന്നത് ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ല. ആമേൻ. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ അച്ചാച്ച എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ മൂത്തയാളായി ഞാൻ ജനിച്ചത് കൊണ്ടല്ല നിങ്ങൾ എന്നെ അച്ചാച്ച എന്ന് വിളിക്കുന്നേ. നടുക്കൊരു ക്രൂശ് വെളിപ്പെട്ടു വന്നു. ആമേൻ. ഇപ്പൊ അവന്റെ അമ്മ എന്റെ അമ്മയാണ്. എനിക്ക് ആ പ്രസിദ്ധമായെന്ന് പറയുന്ന വാക്കിനേക്കാൾ അതാ ഇഷ്ടപ്പെട്ടെ. ഇപ്പൊ അവന്റെ അമ്മ എന്റെ അമ്മയാണ്. നീ ബെന്യാമീൻ ഗോത്രക്കാരനല്ലേ? നീ എങ്ങനെ കറുത്ത വർഗക്കാരന്റെ അവന്റെ അമ്മയെ നീ എങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നേ? കാരണം ഒറ്റ രഹസ്യമുള്ളൂ, ക്രൂശ് വെളിപ്പെട്ടു വന്നു. പാസ്റ്റേ, ഞാൻ ഇന്ന് രാവിലെ ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. കണ്ണടച്ചിരിക്കുമ്പോ നമ്മുടെ മേൽ ക്രൂശ് വെളിപ്പെട്ടു വന്നപ്പോ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നെങ്കിൽ ഈ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ക്രൂശ് വെളിപ്പെട്ടു വന്നാൽ ദേശത്തിന്റെ ജാതീയ കെട്ടുകളെ ദൈവം അഴിക്കും. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ രക്തബന്ധങ്ങൾ നീ അറിഞ്ഞ യേശുവിനെ അറിയണമെങ്കിൽ കണ്ണുകളെല്ലാം അടച്ച് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരം യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു. അർത്ഥം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശ് ചുമക്കാൻ നീ എന്നെ ശിമോനെയാണോ ഏൽപ്പിച്ചത്? നീ എന്നെ കൈവിട്ട് കളഞ്ഞുപോ. ആഗ്രഹത്തോടെ പെസഹായ്ക്കകത്ത് അറ്റൻഡ് ചെയ്യാൻ വന്നവൻ ക്രൂശ് ചുമന്ന കാരണത്താൽ, ക്രൂശിനകത്തുനിന്ന് വന്ന രക്തം ശരീരത്ത് വീഴുന്ന കാരണത്താൽ പെസഹായ്ക്കകത്ത് പങ്കാളിത്തം സ്വീകരിക്കാൻ കഴിയാതെ നിരാശനായി വീടിനകത്തേക്ക് മണിക്കൂറുകൾ നീണ്ട യാത്രയിലേക്ക് പോകുകയാണ്. വീടിന്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കതക തുറന്ന് പുറത്തോട്ടിറങ്ങി വന്നവന്റെ തലമുറ ചോദിച്ചു കാണും, പപ്പായെ, പപ്പായുടെ ശരീരത്തെന്തുവാ രക്തം ഇരിക്കുമേ? പപ്പായുടെ ശരീരം മുറിഞ്ഞോ? പപ്പ എവിടെങ്കിലും വീണോ? കള്ളന്മാരാൽ പിടിക്കപ്പെട്ടോ? പപ്പ പറയും, മോനെ, പപ്പായെ ഒരു കള്ളനും പിടിച്ചില്ല. പപ്പായുടെ യാത്ര സഫലമായിരുന്നു. പക്ഷേ പെസഹയ്ക്കകത്ത് പപ്പയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു ക്രൂശ് ചുമക്കേണ്ടി വന്നു. ഒന്നും മനസ്സിലാകാതെ ശരീരത്തുനിന്ന് വീണ രക്തത്തുള്ളികൾ
വീടിനകത്ത് വെച്ചോ, വഴിത്തലക്കൽ വെച്ചോ, ശിമോൻ കഴുകിക്കളയുമ്പോൾ, എന്റെ ശിമോനെ, ഞാൻ അവിടെ നിർത്തിക്കൊണ്ടൊരു ദൂത് പറയാം. നിന്റെ ശരീരത്ത് വീണ യേശുവിന്റെ രക്തം നിനക്ക് കഴുകിക്കളയാൻ കഴിയും. പക്ഷേ നീ അറിഞ്ഞോ അറിയാതെയോ ക്രൂശ് ചുമന്ന ഒറ്റ കാരണത്താൽ നിന്റെ വീട്ടിൽ വീണ യേശുവിന്റെ രക്തം നിനക്ക് കഴുകാൻ കഴിയില്ല. കാരണം ആ രക്തമാ ഇനി നിന്റെ തലമുറകളെ വിടുവിക്കാൻ പോകുന്നത്. കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളികൾ നിനക്ക് തുടച്ചു കളയാൻ കഴിയും. കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളികൾ നിന്റെ സാരിക്കകത്ത്, കർച്ചീഫിനകത്ത് വീണ് മാഞ്ഞു പോകും. പക്ഷെ അത് തുരുത്തിയിൽ ശേഖരിച്ചൊരുത്തൻ വെച്ചാൽ അതാ നിന്റെ കുടുംബത്തിന്റെ മാന്യതയായി മാറുന്നത്. പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം ധ്യാനിച്ചാട്ടെ.